ഓക്കെ, ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ഒന്ന് ഓണാക്കിയോട്ടെ. സ്ക്രീൻ വിസിബിൾ ആണോ? Yes, sir. ഹലോ, സ്ക്രീൻ വിസിബിൾ ആണോ? Yes, sir. Sir. ഓക്കെ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഡ്രിനർജിക് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അല്ലേ? അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാതെ നമുക്ക് ഈ ഒരു ഡയഗ്രാം എല്ലാവർക്കും വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ഇതിൽ നമ്മൾ അഡ്രിനർജിക് സിസ്റ്റത്തിന്റെ ആക്ഷൻസ് ഒക്കെ പഠിച്ചായിരുന്നില്ലേ? അഡ്രിനർജിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അഡ്രിനാലിനോ നോർ അഡ്രിനാലിനോ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺ എന്ന്. അപ്പൊ എന്താവും, ഹാർട്ട് റേറ്റ് കൂടും, ബി പി കൂടും, ലങ്സിലേക്ക് ശ്വാസം എടുക്കാനായിട്ട് ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാവും, ബ്രോങ്കസ് വികസിക്കും, കണ്ണ് തുറക്കും, മിഡ്രിയാസിസ് ഉണ്ടാവും കണ്ണില് അല്ലെ? അതേമാതിരി യൂറിനറി ബ്ലാഡറിൽ നിന്ന് എന്താ ചെയ്യും, യൂറിൻ പാസ് ചെയ്യാൻ പാടില്ല, യൂറിനറി റിട്ടൻഷൻ ഉണ്ടാവും. അതേമാതിരി വാഷ്റൂമിൽ പോകാൻ പാടില്ല, അതുകൊണ്ട് നമ്മുടെ GIT സിസ്റ്റവും സ്ലോ ആവും അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അഡ്രിനാലിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അഡ്രിനാലിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അഡ്രിനാലിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്, അഡ്രിനാലിന് ഒരു ബൈഫേസിക് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇങ്ങനൊരു ഡയഗ്രാം വരച്ച് പിന്നെ ഇങ്ങനെ വരുന്നത്. ഈ BP കൂടുന്നത് എന്തുകൊണ്ടായിരുന്നു? α1 മീഡിയേറ്റഡ്. BP കുറയുന്നത് എന്തുകൊണ്ടായിരുന്നു? β2 മീഡിയേറ്റഡ്. ഓർമ്മയുണ്ടോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് α1ന്റെ എഫക്റ്റും β2ന്റെ എഫക്റ്റും ആണ് അല്ലെ? അഡ്രിനാലിന്റെ എഫക്റ്റ് നമ്മളൊന്ന് പഠിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് അഡ്രിനർജിക് ഡ്രഗ്സ് പഠിക്കാം. അഡ്രിനർജിക് ഡ്രഗ്സ്. അപ്പൊ അഡ്രിനർജിക് ഡ്രഗ്സ് പഠിക്കണമെങ്കിൽ അഡ്രിനർജിക് ഡ്രഗ്സ്. അപ്പൊ അഡ്രിനാലിന്റെ ആക്ഷൻ ഒന്ന് പറയാവോ? അഡ്രിനർജിക് ഡ്രഗ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അഡ്രിനർജിക് എഗോണിസ്റ്റ് കണ്ടുപിടിക്കണം. എഗോണിസ്റ്റ് പഠിക്കണം. അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്രിനാലിനെ പോലെ ആക്ട് ചെയ്യുന്നത്, അഡ്രിനാലിന്റെ ആക്ഷൻ കൂട്ടുന്നത്, അഡ്രിനർജിക് അഗോണിസ്റ്റ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അഡ്രിനർജിക് ആന്റഗോണിസ്റ്റ് അല്ലേ? ആന്റഗോണിസ്റ്റ്. അഡ്രിനർജിക് ആന്റഗോണിസ്റ്റിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? അഡ്രിനാലിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഒന്ന് ആൽഫ ബ്ലോക്കേഴ്സ് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലേ? ഈ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ മനസ്സിലായോ? അഡ്രിനർജിക് ഡ്രഗ്സ് എന്തൊക്കെയാണ്? ഒന്ന് അഡ്രിനർജിക് അഗോണിസ്റ്റ്, അതായത് അഡ്രിനാലിനെ പോലെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്. പിന്നെ നമ്മൾ അഡ്രിനാലിന്റെ ഓപ്പോസിറ്റ്, അഡ്രിനാലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് എന്താണ്? അഡ്രിനർജിക് ആന്റഗോണിസ്റ്റുകൾ. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പൊ അതിൽ ആൽഫ ബ്ലോക്കേഴ്സും ഉണ്ട്, ബീറ്റ ബ്ലോക്കേഴ്സും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഈ അഡ്രിനർജിക് അഗോണിസ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ. അഡ്രിനർജിക് അഗോണിസ്റ്റ് പഠിക്കാനായിട്ട് അഡ്രിനാലിനെ പോലെ ആക്ട് ചെയ്യണം. അപ്പൊ അഡ്രിനാലിനെ പോലെ ആക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്രിനാലിൻ എവിടേക്കാണ് ആക്ട് ചെയ്യുക? ഹാർട്ടിൽ ആക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക എന്ന് പറയാമോ? അഡ്രിനാലിൻ ഹാർട്ടിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഹാർട്ട് റേറ്റും ബിപിയും കൂടും. ഹാർട്ട് റേറ്റ് കൂടി, BP കൂടി. ഓക്കെ. ലങ്സിൽ ആക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? ബ്രോങ്കോ ഡയലേഷൻ. വെരി ഗുഡ്. ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാവും. ഓക്കെ. കണ്ണിൽ ആക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? മിഡ്രിയാസിസ്. മിഡ്രിയാസിസ്. കണ്ണ് ഓപ്പൺ ആവും അല്ലെ? മിഡ്രിയാസിസ് ആവും, കണ്ണ് തുറക്കും. അത് എല്ലാം തുറക്കുന്ന സാധനമാണ് അല്ലെ? കണ്ണ് തുറക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മൂക്കിൽ ആക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? മൂക്കിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നോസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോസ് ഓപ്പൺ ആവും, അതായത് നോസ് ബ്ലോക്ക് മാറും. നോസ് ബ്ലോക്ക് മാറും അല്ലെ? നോസ് ഓപ്പൺ ആവും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് പഠിക്കാം. അപ്പൊ നമ്മൾ അഡ്രിനാലിനെ പോലെ തന്നെ ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് നമുക്ക് പഠിക്കണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ ഡ്രഗ് എന്താണ്? അഡ്രിനാലിൻ. ആദ്യത്തെ ഡ്രഗ് പഠിക്കുന്നതാണ് അഡ്രിനാലിൻ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഡ്രഗ് ആണ് നോർ അഡ്രിനാലിൻ. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഐസോപ്രിനാലിൻ. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഡോബ്യൂട്ടമീൻ.
വളരെ എളുപ്പമാണ് ഇതൊക്കെ പഠിക്കാനായിട്ട് കേട്ടോ. എന്തൊക്കെയാ നമ്മൾ പഠിക്കാൻ പോണേ? ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അഡ്രിനാലിൻ, പിന്നെ നോർ അഡ്രിനാലിൻ, പിന്നെ ഐസോപ്രിനാലിൻ, ഡൊബ്യൂട്ടൻ. ഈ 4 ഡ്രഗ്സ് ആണ് ഹാർട്ടിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ? ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അതല്ലേ? അപ്പൊ അഡ്രിനാലിൻ നമ്മൾ പഠിച്ചു. അഡ്രിനാലിൻ ഏതൊക്കെ റിസപ്റ്ററിനെയാണ് ആക്ട് ചെയ്യുക? നമ്മൾ പഠിച്ച് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതൊക്കെ റിസപ്റ്ററിനെ അഡ്രിനാലിൻ ആക്ട് ചെയ്യുക? ആൽഫ 1, ആൽഫ 2, ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 എല്ലാത്തും ആക്ട് ചെയ്യും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റും കൂടും, ബിപിയും കൂടും അല്ലേ? പക്ഷേ ഹാർട്ട് റേറ്റും കൂടും, ബിപിയും കൂടും. ഓക്കെ. പക്ഷെ നോർ അഡ്രിനാലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നോർ അഡ്രിനാലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർ അഡ്രിനാലിൻ ഹാർട്ട് റേറ്റ് കുറച്ച് കൂട്ടും, പക്ഷെ ബി പി ആണ് കൂടുതൽ കൂട്ടുക. ഇറ്റ് ഈസ് എ പോസിറ്റീവ് അയനോട്രോപിക് ഏജന്റ്. ഇപ്പൊ നമ്മളിപ്പോൾ ICUലൊക്കെ ഒരു പേഷ്യന്റ് ബി പി വളരെ കുറഞ്ഞ് കിടക്കുവാണ്, ഷോക്ക് ഒക്കെ ആയി വരികയാണെങ്കിൽ, ഷോക്ക് വന്ന പേഷ്യന്റിന് എന്ത് ഡ്രഗാണ് നമ്മൾ കൊടുക്കുന്നത്? നോർ അഡ്രിനാലിൻ ഇൻഫ്യൂഷൻ അല്ലേ കൊടുക്കാറുള്ളത്? അപ്പൊ നോർ അഡ്രിനാലിൻ കൂട്ടി കഴിഞ്ഞാൽ മെയിൻലി ബി പി കൂടുക. എന്താ കൂടുക? ബി പി കൂടുക. നോർ അഡ്രിനാലിൻ കൊടുത്താൽ മെയിൻലി ബി പി കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫുൾ ബി പിനെ കൂട്ടാനായിട്ടാണ് നോർ അഡ്രിനാലിൻ ശ്രമിക്കുന്നത്. അഡ്രിനാലിനെക്കാട്ടും കൂടുതൽ ബി പി കൂട്ടാൻ കഴിവുള്ളത് നോർ അഡ്രിനാലിനാണ്. ഹാർട്ട് റേറ്റും കൂടും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അതായത് അഡ്രിനാലിന് ബി പി കൂട്ടാൻ കഴിവുണ്ട്, പക്ഷെ അഡ്രിനാലിന് കൂടുതൽ ബി പി കൂട്ടാൻ കഴിവുള്ളതാണ് നോർ അഡ്രിനാലിൻ. കാരണം നോർ അഡ്രിനാലിൻ ആക്ട് ചെയ്യുന്ന റിസപ്റ്ററിന്റെ പേര് ആൽഫ 1, ആൽഫ 2 ആൻഡ് ബീറ്റ 1. ബീറ്റ 2വിൽ ആക്ട് ചെയ്യുന്നില്ല. ബീറ്റ 2വിൽ ആക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? നമ്മുടെ ബി പി കുറയൂലേ? ഹലോ, ഓക്കെ. ഞാൻ അത്രയും കൺഫ്യൂസ് ആക്കുന്നില്ല. ഇതിന്റെ ഓരോരുത്തരുടെയും നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. അഡ്രിനാലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റും കൂടും, ബിപിയും കൂടും. ഹാർട്ട് റേറ്റും കൂടും, ബിപിയും കൂടും. അപ്പൊ അഡ്രിനാലിന് കുറച്ച് യൂസസ് ഉണ്ട്. അഡ്രിനാലിൻ നമ്മൾ ഹാർട്ട് റേറ്റും ബി പി കൂടുമെങ്കിലും, പക്ഷെ അഡ്രിനാലിൻ നമ്മൾ 3 കണ്ടീഷനിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഒന്ന്, അഡ്രിനാലിൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റത്തെ കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് അനഫൈലാറ്റിക് ഷോക്ക് അല്ലേ? അനഫൈലാറ്റിക് ഷോക്ക്. അനഫൈലാറ്റിക് ഷോക്ക്. അനഫൈലാറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലർജി ആയിട്ട്, അതായത് ചിലപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ വീർത്ത് വരും, അല്ലെങ്കിൽ ഇച്ചിങ് ആയിട്ട് വരും, പേഷ്യന്റ് വളരെ അലർജി ആയിട്ട് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡ്രിനാലിനാണ് കൊടുക്കേണ്ടത്. അഡ്രിനാലിൻ നമ്മൾ IM ആയിട്ടാണ് കൊടുക്കേണ്ടി വരിക. അപ്പൊ അഡ്രിനാലിന്റെ ഡൈലൂഷൻ എത്രയെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അനഫൈലാറ്റിക് ഷോക്കിൽ അഡ്രിനാലിന്റെ ഡൈലൂഷൻ എത്രയാണ്? ആർക്കെങ്കിലും പറയാമോ? 1:1000 ആണോ സർ? വെരി ഗുഡ്. 1:1000. 1:1000 ആണ്. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. 1:1000 ആണ് അനഫൈലാറ്റിക് ഷോക്കിൽ അഡ്രിനാലിന്റെ ഡൈലൂഷൻ. അടുത്ത അഡ്രിനാലിന്റെ യൂസ് എന്താണ്? കാർഡിയോജനിക് ഷോക്ക്. കാർഡിയോജനിക് ഷോക്ക് അല്ല. വേറൊരു വേർഡ് പറയല്ലോ, കാർഡിയക് അറസ്റ്റ് കേട്ടോ. കാർഡിയോജനിക് ഷോക്കും കാർഡിയക് അറസ്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാർഡിയോജനിക് ഷോക്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഡോബ്യൂട്ടമീൻ, നോറഡ്രിനാലിനാണ്. പക്ഷെ ഇത് കൊടുക്കുന്നത് കാർഡിയക് അറസ്റ്റിലാണ്. കാർഡിയക് അറസ്റ്റ്. ഓക്കെ. കാർഡിയക് അറസ്റ്റ്. കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹാർട്ട് നിന്ന് പോവുക. കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാലും ഏതാണ്ട് സിമിലർ ആണ്. ഹാർട്ട് റേറ്റും ബിപിയും കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാർഡിയക് അറസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നതിന്റെ റേഷ്യോ എത്രയെന്ന് പറയാമോ? 1:10,000. വെരി ഗുഡ്. 1:10,000. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ തേർഡ് ഒരു യൂസ് ഉണ്ട് അഡ്രിനാലിൻ. അഡ്രിനാലിന്റെ ഡൈലൂഷൻ അടുത്ത് എത്രയില കൊടുക്കുക ആർക്കെങ്കിലും പറയാമോ? അടുത്തൊരു യൂസ് നമ്മൾ ലിഗ്നോക്കെയിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറില്ലേ? ലിഗ്നോക്കെയിന്റെ കൂടെ എന്തിനാണ് നമ്മൾ അഡ്രിനാലിൻ മിക്സ് ചെയ്യുന്നത്? ലിഗ്നോക്കെയിന്റെ ആക്ഷൻ കൂട്ടാനായിട്ട്. കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ലിഗ്നോക്കെയിന്റെ കൂടെ അഡ്രിനാലിൻ കൊടുക്കും. അതിന്റെ ഡൈലൂഷൻ എത്രയാന്ന് പറയാൻ പറ്റുമോ? 1:10. 1:1 lakh. ശരി. 1:1 lakh ആണ്. 1:1 lakh ആണ് അല്ലേ? അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമല്ലേ? ഒന്ന് ആലോചിച്ചേക്ക്. 1:1000 പഠിക്കണം, അതായത് 1000 പഠിക്കണം, 10,000 പഠിക്കണം, 10,000 പഠിക്കണം, പിന്നെ 1 lakh പഠിക്കണം. അപ്പൊ നമ്മൾ ഇതിനൊരു കോഡ് ഉണ്ട്. അതായത് ഫസ്റ്റ് A for അനഫൈലാറ്റിക് ഷോക്ക്, C for കാർഡിയക് അറസ്റ്റ്, L for ലിഗ്നോക്കെയിൻ അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക്കിന്റെ ആക്ഷൻ കൂട്ടാനായിട്ട്. അപ്പൊ ACL ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ? ACL.
ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ഡോസ് കൂടുന്നു, ഡൈലൂഷൻ കൂടുന്നു. 1:1000 അനഫൈലാറ്റിക് ഷോക്ക്, 1:10,000 കാർഡിയക് അറസ്റ്റ്, Decreased 1:10 lakh. 1:1 ലാക്ക് ലിഗ്നോക്കെയിന്റെ ആക്ഷൻ Lignocaine. കൂട്ടാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിഗ്നോക്കെയിൻ അഡ്രിനലിനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ലിഗ്നോക്കെയിൻ അഡ്രിനലിനായിട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണ് ലിഗ്നോക്കെയിൻ അഡ്രിനലിൻ മിക്സ് ചെയ്യുന്നത്? ഒന്ന്, നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഇത്രയും പോകുന്നൊരു ഏരിയയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്രിനാലിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ഇതിന് ചുറ്റുമുള്ളത് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. നമ്മുടെ വെസൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യും. വാസോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ഫീൽഡിൽ മാത്രമാണ് ലോക്കൽ അനസ്തേഷ്യ നിൽക്കുള്ളൂ. പുറത്തെ സിസ്റ്റമിക്കലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യില്ല. അപ്പോൾ ലോക്കൽ അനസ്തേഷ്യ ആ സ്ഥലത്ത് മാത്രം നിൽക്കാനായിട്ടും അതിന്റെ ലോക്കൽ അനസ്തേഷ്യ സിസ്റ്റമിലേക്ക്, അതായത് നമ്മുടെ ബ്ലഡിലേക്ക് സ്പ്രെഡ് ആയി പോകാണ്ടിരിക്കാനാണ് നമ്മൾ അഡ്രിനാലിൻ കൊടുക്കുന്നത്. അഡ്രിനാലിനും ലിഗ്നോക്കെയിനും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ? എല്ലായിടത്തും കൊടുക്കാൻ പാടും. എല്ലായിടത്തും നമ്മൾ ലിഗ്നോക്കെയിനും അഡ്രിനാലിൻ നമ്മൾ മിക്കവാറും കൊടുക്കുമ്പോൾ നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അഡ്രിനാലിനായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുള്ളത്. എവിടേക്കാണ് അഡ്രിനാലിനായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ലാത്തത്? വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഒന്നുകൂടി പറയാവോ? ഓക്കെ, നമ്മൾ എൻഡ് ആർട്ടറീസ് ഉള്ളിടത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. എൻഡ് ആർട്ടറീസ് ഉള്ളിടത്ത് കൊടുക്കാൻ പാടില്ല. ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണോ? എനിക്ക് വോയിസ് ക്ലിയർ ആയില്ല ലാസ്റ്റ് പറഞ്ഞപ്പോ. ബ്ലഡ് വെസലിൽ കൊടുക്കാൻ പാടില്ല, പക്ഷെ എൻഡ് ആർട്ടറീസ് ഉള്ള സ്ഥലം, എൻഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പീനിസിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അവിടെ കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തത് ഇയർ ലോബ്യൂൾസ്, ഇതൊക്കെ അറ്റങ്ങളല്ലേ, ബോഡിയുടെ അറ്റങ്ങളല്ലേ. അതേമാതിരി ഫിംഗർ ടിപ്സ്, നോസിന്റെ നോസ് ടിപ്സ്, ഇവിടെ ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെയൊക്കെ ഒരു ആർട്ടറിയുടെ ഒരു ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ കട്ടായി പോവും. എന്താണ്? ബ്ലഡ് സപ്ലൈ കട്ടായി പോവും. ബ്ലഡ് സപ്ലൈ കട്ടായി പോയി കഴിഞ്ഞാൽ അവിടെ ഗാംഗ്രീൻ വരും. മനസ്സിലായോ? ഫുൾ ബ്ലാക്ക് കളറായി പോവും, ആ ഭാഗം ഡെഡ് ആയി പോവും. അപ്പൊ എൻഡ് ആർട്ടറീസ് ഉള്ള സ്ഥലത്ത്, അതായത് പിന്നീസ്, ഫിംഗർ ടിപ്സിൽ, ഇയർ ലോബ്യൂൾസിൽ, നോസ് ടിപ്സിലൊന്നും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ലിഗ്നോക്കെയിനും അഡ്രിനാലിനും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ലിഗ്നോയിനും ഒറ്റയ്ക്ക് കൊടുക്കാം, പക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ സർജറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കൂടുതൽ അറിയാം. ഇത്രയും ക്ലിയർ ആണോ? ഈ ഒരു ഭാഗം ക്ലിയർ ആണോ അഡ്രിനാലിനെ പറ്റിയിട്ട്? Yes, sir. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് അഡ്രിനാലിന്റെ ഈ ഒരു കാര്യം, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇനി അടുത്തത് ഞാൻ നോർ അഡ്രിനാലിനെ കുറിച്ച് കിടക്കാം. നോർ അഡ്രിനാലിൻ ക്ലിനിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? Hypotension. നോർ അഡ്രിനാലിൻ ഹൈപ്പോടെൻസീവ് ഷോക്ക് അല്ലേ? ഹൈപ്പോടെൻഷൻ ആയിട്ട് വരുന്ന പേഷ്യന്റ്, ഹൈപ്പോടെൻസീവ് ഷോക്ക് ആയിട്ട് വരുന്നു അല്ലേ? ഹൈപ്പോടെൻസീവ് ഷോക്കിൽ നമ്മൾ എന്തിനാണ് ബി പി കൂട്ടാനായിട്ട് നോക്കും. നന്നായി ബി പി കൂട്ടാൻ പവറുള്ളൊരു മരുന്നാണ് നോറഡ്രിനാലിൻ. അതുകൊണ്ടാണ് നമ്മൾ ICUലൊക്കെ കൂടുതലും നോറഡ് ഇൻഫ്യൂഷൻ, ബി പി ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നോറഡ് ഇൻഫ്യൂഷൻ ആയിട്ട് കാണാൻ അല്ലേ? നോറഡ് ഇൻഫ്യൂഷൻ മുമ്പായിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറഡ്രിനാലിൻ ആക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ചില എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. α1, α2 പ്ലസ് β1, β2 ആക്ട് ചെയ്യുന്നില്ല. എന്താണ് പ്രത്യേകത? നോ ആക്ഷൻ ഓൺ β2. മനസ്സിലായോ? അപ്പൊ എന്തായി? β2 എന്താണ്? വാസോ ഡയലറ്റേഷൻ ചെയ്യുന്നതാണ്, ബ്ലഡ് വെസലിന് ബി പി കുറയ്ക്കുന്ന സാധനമാണ് അല്ലെ? β2 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഈ റിസപ്റ്റേഴ്സുമാണ് α1, α2, β1 മാത്രമാണ് നോറഡ്രിനാലിൻ ആക്ട് ചെയ്യുന്നത്. ആരുടെ വോയിസ് ഇടയിൽ വരുന്നുണ്ട്? ഹലോ ആരുടെ വോയിസ് ഇടയിൽ വരുന്നുണ്ടായിരുന്നേ? ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഹലോ, Yes, sir.
ആരുടെ വോയിസ് Yes, ഇടയിൽ sir. വരുന്നേ? പറയുന്നത് ക്ലിയർ ആവില്ല എന്ന് തോന്നുന്നു. ഇത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ. നോർ അഡ്രിനൽ മെയിൻലി യൂസ് ചെയ്യുന്ന ICUലാണ്. യൂഷ്വലി ഹൈപ്പോടെൻസീവ് ഷോക്കിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. ഇനി ഐസോപ്രിനാലിൻ നോക്കുമ്പോൾ ഐസോപ്രിനാലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഐസോപ്രിനാലിൻ ആക്ട് ചെയ്യുന്നത്, ഞാൻ ഇവിടെ എഴുതാമേ, ഐസോപ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബ്ലോക്കിൽ കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. എന്താണ്? ഹാർട്ട് ബ്ലോക്കിൽ അല്ലെങ്കിൽ ബ്രാഡിക്കാർഡിയൽ. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാമോ? ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടില് നമുക്കിവിടെ SA നോഡ് ഉണ്ട് അല്ലേ? SA നോഡ് ഇങ്ങനെ കണ്ടക്ഷൻ ഇങ്ങനെ വരും. ഈ കണ്ടക്ഷൻ പാത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട്, ഈ കണ്ടക്ഷൻ Block ഉണ്ട്. മര്യാദയ്ക്ക് നടക്കുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹാർട്ട് ബ്ലോക്കിൽ എന്താണ്? ഹാർട്ട് റേറ്റ് കുറഞ്ഞിരിക്കുക. അപ്പൊ ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഐസോപ്രിനാലിൻ. എന്താണ്? ഹാർട്ട് റേറ്റ് മെയിൻലി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഡ്രഗാണ് ഐസോപ്രിനാലിൻ. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. അഡ്രിനാലിന് കുറെ യൂസ് ഉണ്ട്. കാർഡിയക് അറസ്റ്റിൽ കൊടുക്കാം, ലിഗ്നോക്കൈൻ്റെ ആക്ഷൻ കൂട്ടാൻ കൊടുക്കാം, അനഫലാറ്റിക് ഷോക്കിൽ കൊടുക്കാം. നോർ അഡ്രിനാലിൻ BP കൂട്ടാനായിട്ടാണ് കൊടുക്കുന്നത്. ഐസോപ്രിനാലിൻ ഹാർട്ട് റേറ്റ് കൂട്ടാനാണ് കൊടുക്കുന്നത്. അതായത് ഹാർട്ട് റേറ്റ് കൂട്ടേണ്ട രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന് ഹാർട്ട് ബ്ലോക്കും രണ്ടാമത്തത് ബ്രാഡിക്കാർഡിയം. മനസ്സിലായി? ഹാർട്ട് റേറ്റ് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കേട്ടോ. കാരണം ഇത് BP യിൽ അത്ര എഫക്റ്റ് വരുന്നില്ല. കേട്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നേരത്തെ കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞില്ലേ? കാർഡിയോജനിക് ഷോക്കിൽ അതായത് നമുക്കിപ്പോ ഒരു MI വന്നിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഹാർട്ടിന് മാത്രം പ്രശ്നമുള്ളൂ. അപ്പൊ ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡോബ്യൂട്ടമിൻ. ഇപ്പൊ ഡോബ്യൂട്ടമിൻ എവിടെയാണ് കൊടുക്കുന്നത്? കാർഡിയോജനിക് ഷോക്ക്, പോസ്റ്റ് MI ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൂട്ടാനായിട്ട്, അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ആയിട്ട് കൂട്ടാൻ വരുമ്പോൾ കൊടുക്കാവുന്ന ഡ്രഗാണ് ഡോബ്യൂട്ടമിൻ. ഇതിന്റെ എല്ലാത്തിന്റെയും മെക്കാനിസം വേണമെങ്കിൽ ഏത് റിസപ്റ്ററിൽ ആക്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം, പക്ഷെ അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് അഡ്രിനാലിന്റെ യൂസ് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. അഡ്രിനാലിൻ. BP heart rate increase ചെയ്യും. ആ Main three ഓക്കെ. anaphylaxis, cardiac arrest or lignocaine ആക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യും. ഓക്കെ. കാർഡിയക് അറസ്റ്റ്, ലിഗ്നോക്കൈൻ്റെ ആക്ഷൻ പ്രൊലോങ് ചെയ്യാനായിട്ട്. നമ്മൾ നോറഡിന്റെ മെയിൻ യൂസ് എന്താണ്? Increase BP during hypotension in ICU setup. ഓക്കെ. അപ്പോ ഹൈപ്പോടെൻസീവ് ഷോക്കിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് അല്ലേ? ഹൈപ്പോടെൻസീവ് ഷോക്ക്. ഐസോപ്രിനാലിനോ? ഹാർട്ട് ബ്ലോക്കർ അല്ലെങ്കിൽ ബ്രാഡിക്കാർഡിയ. വെരി ഗുഡ്. ഹാർട്ട് ബ്ലോക്കിലാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഡ്രഗിന്റെ പേര് എന്തായിരുന്നു? നമുക്ക് പറഞ്ഞ ഡോബ്യൂട്ടമിൻ കൊടുക്കുന്നത് കാർഡിയോജനിക് ഷോക്ക്. ഇതിന്റെ എനിക്ക് എൻട്രൻസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ റിസപ്റ്റേഴ്സ് ചോദിക്കുമെന്ന് അറിയില്ല. അത് നമ്മളിപ്പോ റിസപ്റ്റേഴ്സ് കുറച്ച് കൺഫ്യൂസിങ് ആവും, പക്ഷെ ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും മതി കേട്ടോ. അപ്പൊ നമ്മൾ ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന അഡ്രിനർജിക് ഡ്രഗ്സ് പഠിച്ചല്ലോ, ഫുള്ള് പഠിച്ചല്ലോ. എളുപ്പമല്ലേ? ലങ്സിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ് നമ്മൾ ആസ്മാറ്റിക് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലങ്സിൽ β2 അഗോണിസ്റ്റ്. β2 ആണ് ലങ്സിലുള്ളത്. അപ്പൊ β2നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത ലങ്സിൽ എന്തുണ്ടോ? ബ്രോങ്കോ ഡയലിറ്റേഷൻ ഉണ്ടോ? ബ്രോങ്കോ ഡയലിറ്റേഷൻ നമ്മൾ കോമൺലി ആസ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്ന് പറയാമോ? 2.5 ഒന്ന് പറയാമോ? ബ്രോങ്കോ ഡ്രഗ്സ് എന്താണ്? സാൽബ്യൂട്ടമോൾ, പിന്നെ ഫോർമെട്രോൾ. സാൽബ്യൂട്ടമോൾ ഷോർട്ട് ആക്ടിംഗ് ആണ്, പെട്ടെന്ന് ആക്ട് ചെയ്യും, ഷോർട്ട് ആക്ടിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എമർജൻസിയിൽ കൊടുക്കുന്നത്, പെട്ടെന്ന് ആക്ട് ചെയ്യും. ഫോർമെട്രോൾ എന്ന് പറഞ്ഞാൽ ലോങ് ആക്ടിംഗ് ആണ്, അതുകൊണ്ടാണ് നമ്മളിത് ഇൻഹേലർ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ, അക്യൂട്ട് ആക്ഷനിൽ കൊടുക്കാത്തത്. മനസ്സിലായോ? ക്ലിയർ ആണോ? സാൽബ്യൂട്ടമോളും ഫോർമെട്രോളും ലങ്സിൽ ആക്ട് ചെയ്തു. എളുപ്പമല്ലേ? ഓക്കെ. കണ്ണിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മൾ ഗ്ലോക്കോമ പഠിച്ചപ്പോൾ ഗ്ലോക്കോമയുടെ ഡ്രഗ്സ് നമ്മൾ വരച്ച് പഠിച്ചു. എന്തായിരുന്നു? പൈലോകാർപ്പിൻ കോളിനർജിക് സിസ്റ്റം ആണ്, തെറ്റിക്കരുത്. അസറ്റോസോളമൈഡ് എന്തായിരുന്നു? അതെന്താണ്? കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. മറന്നുപോയോ? ഗ്ലോക്കോമയുടെ ഡയഗ്രാം മറന്നുപോയോ?
ഈ ഡയഗ്രാം ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? അസ്റ്റസോളമോഡ് എന്തായിരുന്നു? കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആയിരുന്നു. കാണുന്നുണ്ടോ? ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അസ്റ്റസോളമോഡ് എന്തായിരുന്നു? കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. അതിൽ ആൽഫ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ആൽഫ അഗോണിസ്റ്റ് എന്താണ്? അപ്രാക്ലോണിഡിനും ബ്രിമോണിഡിനും. കേട്ടോ? അറ്റ്ലീസ്റ്റ് ബ്രിമോണിഡിനെങ്കിലും ഓർത്ത് വയ്ക്കുക. എന്താണ് ബ്രിമോണിഡിൻ? കേട്ടോ? ഓക്കെ. പിന്നെ പഠിക്കേണ്ടത് എന്താണെന്ന് ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടായിരുന്നു. ബീറ്റ ബ്ലോക്കേഴ്സിന്റെ പേര് എന്താണ്? ടിമോലോൾ, ബീറ്റോക്സലോൾ. പിന്നെ നമ്മുടെ പുതിയ 2 ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ റോ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. റോ കൈനേസ് ഇൻഹിബിറ്ററിന്റെ പേര് എന്താണ്? നെറ്റാർസുഡിൽ. കേട്ടോ? പിന്നെ നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിന്റെ പേരെന്താണ്? ലെറ്റാനോപ്രോസ്റ്റ്. ഓർമ്മയുണ്ടോ? കേട്ടോ? ഈ ഡയഗ്രാം പഠിക്കുക കേട്ടോ. നമ്മുടെ നേരത്തെ ക്ലാസ്സിലുണ്ട്, നോക്കിയൊന്ന് പഠിക്കുക. എളുപ്പമാണ് കേട്ടോ. ഓക്കെ സർ. കണ്ടോ? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഇവിടെ പഠിച്ചില്ല. ലെറ്റാനോപ്രോസ്റ്റ് പഠിച്ചതുണ്ടോ? ലെറ്റാനോപ്രോസ്റ്റിന്റെ ഗുണം എന്താണ്? ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐലാഷ് വളരും അല്ലെ? ഐലാഷിന്റെ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പൊ ബ്യൂട്ടി എൻഹാൻസ്മെന്റിന് വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് ഡ്രഗ്സ് ആണ് ഇതൊക്കെ. ഓക്കെ. അപ്പൊ കണ്ണിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്ന് പറയാമോ? അഡ്രിനർജിക് സിസ്റ്റത്തില് ആൽഫ അഗോണിസ്റ്റ് ആണ് ബ്രോമിനിഡിൻ. ബ്രിമോനിഡിൻ, അപ്രാക്ലോണിഡിൻ. വെരി ഗുഡ്. ബ്രിമോനിഡിൻ. പിന്നെ വരുന്നതാണ് എപ്രാക്ലോണിഡിൻ. അത് നമ്മൾ എന്താണ്? ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ അഡ്രിനർജിക് ആന്റഗോണിസ്റ്റിലാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അഗോണിസ്റ്റിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബീറ്റ ബ്ലോക്കർ ആന്റഗോണിസ്റ്റിൽ വരും, ഇവിടെ വരും കേട്ടോ. ഓക്കെ. അപ്പോ കുറെ ഡ്രഗ്സ്, കാരണം ഇത് ബ്രിമോനിഡ് അപ്രാക്ലോണിഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആൽഫ 2 അഗോണിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. ഇനി നോസിൽ നമ്മൾ കോമൺ ആയിട്ട് PNT വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് നോസ് ബ്ലോക്ക് ക്ലിയർ ചെയ്യാനായിട്ട്. പേരെന്ന് പറയാവോ? അത് ആൽഫ 1 ആക്ട് ചെയ്യും, ആൽഫ 2 ആക്ട് ചെയ്യും. രണ്ടിന്റെ അഗോണിസ്റ്റ് ആണ്. ഇതിന്റെ പേരാണ് ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ. സൈലോമിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സൈലോമെറ്റസോളിൻ. ക്ലിയർ അല്ലേ? ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ. ഇപ്പൊ നമ്മൾ 4 ക്ലാസ് ഓഫ് ഡ്രഗ്സ് പഠിച്ചു. ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത്: അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ, ഡോബ്യൂട്ടമിൻ. 4നും ഡിഫറെന്റ് യൂസ് ആണുള്ളത്. കേൾക്കുമ്പോൾ ഒരേമാതിരി ഇരിക്കും, പക്ഷെ 4നും ഡിഫറെന്റ് യൂസ് ആണ്. എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഐസോപ്രിനാലിന് ഹാർട്ട് റേറ്റിലാണ് കൂടുതൽ എഫക്ട്, നോറഡ്രിനാലിൻ BP-യിലാണ് കൂടുതൽ എഫക്ട്, കാർഡിയോജനിക് ഷോക്കിൽ ഡോബ്യൂട്ടമീനും. അഡ്രിനാലിന് 3 എഫക്ട്സുകളുണ്ട് കേട്ടോ. ബ്രോങ്കോഡൈലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന അഡ്രിനർജിക് അഗോണിസ്റ്റുകളുടെ പേര് സാൽബ്യൂട്ടമോൾ, ഫോർമെട്രോൾ. വെരി ഗുഡ്. ഇതിപ്പോ സാൽബ്യൂട്ടമോൾ, ഫോർമെട്രോൾ ഇത് ഇവിടെ എന്താണ്? ബീറ്റ 2 അഗോണിസ്റ്റ് ആണ്. ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഇത് ഹാർട്ടിലും പോയി ആക്ട് ചെയ്യും. അപ്പൊ ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ഉണ്ടാവും, ഇൻക്രീസ് BP ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നത് സാൽബ്യൂട്ടമോൾ കൊടുക്കുമ്പോൾ അല്ലെ? കണ്ണിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബ്രിമോനിഡിൻ, അപ്രാക്ലോണിഡിൻ. വെരി ഗുഡ്. നോസ് ബ്ലോക്ക് മാറ്റാനായിട്ട് നേസൽ ഡീകൺജസ്റ്റന്റ്. ഇതിനെന്താ വിളിക്കുക? നേസൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരെന്താണ്? സൈലോമെറ്റസോൾ, ഓക്സിമെറ്റസോൾ. വെരി ഗുഡ്. ഓക്കെ. ഇനി ഇതിപ്പോ എന്താ പറയാ? അഡ്രിനർജിക് അഗോണിസ്റ്റ്. ഇത്രയും പഠിച്ചു. ഇതൊക്കെ എന്താണെന്നു നമ്മൾ പഠിച്ചത് ഡയറക്ട്ലി ആക്ടിങ് ആയിരുന്നു. ഡയറക്ട്ലി ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി പോയിട്ട് ഇപ്പൊ ഇത് നമ്മുടെ ഒരു നെർവ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു നെർവ് ആയിരിക്കും. ഇത് നമ്മുടെ ഒരു നെർവ് എൻഡിങ് ആണ്. ഇത് അപ്പുറത്തെ നെർവിന്റെ ഇവിടെയാണ് ആൽഫ റിസെപ്റ്റേഴ്സ് ഉള്ളത്, ബീറ്റ റിസെപ്റ്റേഴ്സ് ഉള്ളത്. അപ്പൊ ഇത് നേരെ ഡ്രഗ് പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് ഡയറക്ട്ലി ആക്ടിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു സംഭവം ഉണ്ട് ഇൻഡയറക്ട്ലി ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താണ്? അഡ്രിനാലിനും നോറഡ്രിനാലിനും പോലത്തെ ഡ്രഗ്സ് അല്ല, ഇത് പോയിട്ട് ഈ റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യും. ഇതാണ് ഡയറക്ട്ലി ആക്ടിങ്.
ഇൻഡയറക്ട്ലി ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ഡ്രഗ്, എക്സാമ്പിൾ ആംഫിറ്റമിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗ്, ആംഫിറ്റമിൻ കൊടുക്കുവാണെങ്കിൽ ഈ ആംഫിറ്റമിൻ ഡയറക്ട്ലി ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ ആംഫിറ്റമിൻ എന്ത് ചെയ്യും? ഇതിന്റെ തൊട്ട് മുന്നത്തെ നെർവിൽ നിന്ന് നോറഡ്രിനാലിനെ റിലീസ് ചെയ്യാൻ കഴിവുണ്ട്. ഇവിടെ നിന്ന് നോറഡ്രിനാലിനെ റിലീസ് ചെയ്യും. അപ്പൊ എന്താ സെയിം എഫക്ട് തന്നെ കിട്ടിയോ? കൺഫ്യൂസ് ആവുന്നുണ്ടോ? ഇതിപ്പോ എന്താണ്? നമ്മുടെ ഒരു നെർവ്. ഇതെന്താണ്? നമ്മുടെ റിസപ്റ്റർ ഇരിക്കുന്ന സ്ഥലമാണ്. റിസപ്റ്റേഴ്സ് എന്തൊക്കെയാണ്? ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ കൊടുത്തപ്പോ അഡ്രിനാലിൻ, സോറി, അഡ്രിനാലിൻ ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാം. ഡോബ്യൂട്ടമീൻ ഇവിടെ പോയി ബൈൻഡ് ചെയ്യാം. സൈലോമെറ്റസോളിൻ ഇവിടെ പോയി ബൈൻഡ് ചെയ്യാം, അല്ലെ? പക്ഷെ ഞാൻ ഇനി വേറെ ഡ്രഗ് പറയണം. ഇപ്പൊ ഞാൻ ആംഫിറ്റമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് പഠിക്കാൻ പോവാണ്. ആംഫിറ്റമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആംഫിറ്റമിൻ ഇവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആംഫിറ്റമിന് ഈ നെർവിൽ നിന്ന് ഒരു സംഭവത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? നോറഡ്രിനാലിനെ റിലീസ് ചെയ്യാൻ പറ്റും. നോറഡ്രിനാലിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഈ നോറഡ്രിനാലിൻ എന്ത് ചെയ്യും? ഇവിടെ പോയി ബൈൻഡ് ചെയ്യും. അപ്പൊ എന്താ? ഇൻഡയറക്ട്ലി ആക്ഷൻ കിട്ടുന്നു. ക്ലിയർ ആണോ? ഡയറക്ട്ലി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇൻഡയറക്ട്ലി നോറഡ്രിനാലിനെ റിലീസ് ചെയ്തിട്ട് നോറഡ്രിനാലിന് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്കിപ്പോ ഒരാൾക്ക് ഇപ്പോ ക്യാൻറ്റീനിൽ പോയിട്ടൊരു കോഫി വാങ്ങാൻ മടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡയറക്ട്ലി പോയി വാങ്ങുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കുഴപ്പമില്ല. നമുക്ക് ഡയറക്ട്ലി മടിയാണെങ്കിൽ ഇപ്പൊ വേറൊരു സ്റ്റാഫിനോട് പറയാണ്, നമുക്ക് എന്തെങ്കിലും ക്യാൻറ്റീൻ സ്റ്റാഫ് എന്തുകൊണ്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചായ വാങ്ങിക്കൊണ്ടിരുന്നു. അതാണ് ഇൻഡയറക്ട്ലി ആക്ടിങ്. ക്ലിയർ അല്ലേ? ഇൻഡയറക്ട്ലി ആക്ടിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഡ്രഗ് ആണ് ആംഫിറ്റമിൻ. എന്താണ്? ആംഫിറ്റമിൻ. കേട്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗിന് വളരെ 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 അബ്യൂസീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഈ ആംഫിറ്റമിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം കിട്ടും, മെത്ത് ആംഫിറ്റമിൻ. മെത്ത് ആംഫിറ്റമിൻ എന്ന് പറയുന്ന സംഭവമാണ് ക്രിസ്റ്റൽ മെത്ത് എന്നൊക്കെ പറയും. ക്രിസ്റ്റൽ മെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗാണ്. ഈ ഡ്രഗ് ലഹരിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് കേട്ടോ. അപ്പൊ ഈ ആംഫിറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് CNS, നമ്മുടെ ഹാർട്ട് റേറ്റും ഇതൊക്കെ കൂട്ടും. പക്ഷെ ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹെഡിലേക്ക്, ബ്രെയിനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൽ എന്താ വെച്ചാൽ ബ്രെയിനിലത്തെ കുറെ പാത്വേസ് എൻഹാൻസ് ചെയ്യും. ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി കൂട്ടുന്ന ഒരു കോഗ്നിറ്റീവ് എൻഹാൻസർ ആണ്. എന്താണ്? കോഗ്നിറ്റീവ് എൻഹാൻസർ. എൻഹാൻസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് കൂടും. ഒരാൾക്ക് 2 മണിക്കൂറായിരുന്നു പഠിക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ ഈ സിലിക്കൺ വാലി പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, സിലിക്കൺ വാലിയിലാണ് നമ്മുടെ ഈ എല്ലാ സ്റ്റാർട്ടപ്സും, ഈ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഇവരുടെ കമ്പനികളെല്ലാം ഉള്ളത്. ഇവിടെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ഇവിടുത്തെ ഒരു എഞ്ചിനീയറിനും എല്ലാവർക്കും സർവൈവ് ചെയ്യണമെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. അവർ വർക്കിംഗ് ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 18 hours ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും നേരം നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് അവർ ഇങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ എടുക്കും. So these drugs are known as cognitive enhancers അഥവാ ന്യൂട്രോപിക്സ്. അതായത് ബുദ്ധി കൂട്ടാനായിട്ട് കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഇത് മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചില കൺട്രീസിലൊക്കെ കേട്ടോ. ഇപ്പൊ ആംഫിറ്റമിൻ. പക്ഷെ ഇത് നമുക്ക് ക്ലിനിക്കലി എന്തെങ്കിലും യൂസ് ഉണ്ടോ ഈ ഒരു ഡ്രഗിന്? ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യും, ആൾക്കാർക്ക് അഡിക്ഷൻ ആയി പോകാനുള്ള ചാൻസ് ഉള്ള ഒരു ഡ്രഗാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും യൂസ് നമുക്ക് റിയൽ ലൈഫിൽ കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് എപ്പോഴും ഉറക്കം വന്നുകൊണ്ടിരിക്കുക, ഒരു മണിക്കൂർ കഴിഞ്ഞ് തന്നെ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഉറങ്ങിപ്പോവും, ഫുഡ് കഴിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് നാർക്കോലെപ്സി. എന്താണ്? നാർക്കോലെപ്സി എന്ന് പറഞ്ഞാൽ എപ്പോഴും അൺസ്റ്റോപ്പബിൾ അർജ് ടു സ്ലീപ്പ്. എന്ത് ചെയ്താലും പേഷ്യന്റ് ഉറങ്ങിപ്പോവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് എവേക്ക് ആയിട്ട് നിർത്താനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ആംഫിറ്റമിൻ കൊടുക്കാം കേട്ടോ. ഈ ആംഫിറ്റമിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് കൂടും, BP കൂടും കേട്ടോ. വെസ്പ് ഉണ്ടാവില്ല, G8നെ ഇൻഹിബിറ്റ് അല്ല ചെയ്യുക. ഹങ്കർ ഉണ്ടാവില്ല, അല്ലേ? ഹങ്കർ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്. എന്താണ്? ഹാർട്ട് റേറ്റും BP ഒക്കെ കൂടും, വെസ്പ് ഉണ്ടാവില്ല. വെസ്പില്ലെങ്കിൽ എന്തുണ്ടാവും? വെയിറ്റ് ലോസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതുകൊണ്ട് ഇതിപ്പോ നാർക്കോലെപ്സിക്ക് കൊടുക്കാം, പിന്നെ വേറൊരു അസുഖത്തിന് കൂടി കൊടുക്കാം.
അതിന്റെ പേരാണ് ADHD. എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. ഉം. ADHD എന്താണ്? ഫുൾ ഫോം എന്ന് പറയാമോ? Attention deficit Attention hyperactivity Yes, attention deficit hyperactivity disorder. disorder. അല്ലെ? ഇതിപ്പോ കുട്ടികളിൽ ഈ കോവിഡിന് ശേഷം ഈ ഫോണും ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികളിൽ, ചെറിയ കുട്ടികളിലാണ് ഈ ADHD വരുന്നത്. ഇതിന്റെ ഇൻസിഡൻസ് വളരെ കൂടി വരുവാണ്. ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നതോടുകൂടി സ്മാർട്ട് ഫോണിൽ കുട്ടികൾ നോക്കിയിരിക്കുമ്പോൾ പുറം ലോകത്തിനെക്കാട്ടും കൂടുതൽ കളർഫുൾ ആണ് ഫോണിലത്തെ ഉള്ളിലത്തെ ലോകം. അപ്പൊ അവർ അതിനുള്ളിൽ പെട്ടുപോകും. പിന്നെ എന്താ പറയാ, അവർ അധികം ആൾക്കാരോട് സംസാരിക്കാണ്ടിരിക്കും. അങ്ങനെ കുറെ മെന്റൽ ചേഞ്ചസ് വരും. പിന്നെ ഇവർക്ക് എന്താ ചെയ്യുക, വെറുതെ ഇരിക്കാൻ പറ്റില്ല പിള്ളേർക്ക്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഹൈപ്പർ ആക്റ്റീവ്. പക്ഷെ ഒന്നിലെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. ഇപ്പൊ TV ആണെങ്കിൽ കുറച്ച് നേരം ഓടും, ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇവർക്ക് സ്കൂളിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ADHD ഓൾറെഡി ബ്രെയിൻ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിനിൽ നമ്മൾ ആംഫിറ്റമിൻ കൊടുത്താൽ എന്തുണ്ടാവും? ഒന്നുകൂടെ നമ്മൾ hyper ആവും. വിചാരിക്കും ഒന്നുകൂടി ഹൈപ്പർ ആവുന്നു. പക്ഷെ അങ്ങനെയല്ല. ദിസ് ആംഫിറ്റമിൻ ഹാസ് എ പാരഡോക്സിക്കൽ എഫക്ട്. പാരഡോക്സിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു എഫക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഹാസ് എ പാരഡോക്സിക്കൽ എഫക്ട് ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്രഗ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഫോർ ADHD. അപ്പൊ ADHD ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കാൻ പറ്റും. എന്ത് കൊടുക്കാൻ പറ്റും? ആംഫിറ്റമിൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ചില US-ലൊക്കെ ചില കേസ് ഉണ്ടായിട്ടുണ്ട്. ഈ ആംഫിറ്റമിൻ ADHDക്ക് കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ ഈ അവിടുത്തെ അമ്മമാര് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്താണ്? വിശപ്പ് കുറയും, വെയിറ്റ് ലോസ് കുറയും. Hospital weight loss. അപ്പൊ കുറച്ച് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർ, അവിടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മരുന്ന് കിട്ടില്ല, കുട്ടീനെ മരുന്നെടുത്തിട്ട് അമ്മമാര് കഴിക്കും. എന്നിട്ട് വളരെ വെയിറ്റ് ലോസ് ആവും. വെയിറ്റ് ലോസ് ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ഹാർട്ട് റേറ്റ് ഒരുപാട് കൂടും. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ECG-യിൽ എന്തൊരു അറിത്മിയ വരും. ഇങ്ങനെ അറിത്മിയ വന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഒരുപാട് കേസസ് ഉണ്ട്. ഓരോ ഡ്രഗിന്റെയും സൈഡ് എഫക്റ്റ് ഒരു ഉപകാരപ്പെടുത്തുന്ന സംഭവമാണ്. വെയിറ്റ് ലോസ് ഉണ്ടാക്കും. പക്ഷെ വെയിറ്റ് ലോസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഴിച്ചാലേ വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. ആ വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ ഹാർട്ടിനും പ്രശ്നം വരും. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. അപ്പോ 2 ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നാർക്കോലെപ്സി, 2 ADHD, ആംഫിറ്റമിൻ യൂസ് ചെയ്യുന്നത്. ഈ ആരെങ്കിലും ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടിട്ടുണ്ടോ? ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു TV സീരീസ് ആണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കെമിസ്ട്രി ടീച്ചർ, ആൾക്ക് നല്ല ഒരു മനുഷ്യനായിരുന്നു. ആൾക്കൊരു ക്യാൻസർ വരും. ക്യാൻസർ വരുമ്പോൾ ആളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം. ഫാമിലിയുടെ മകനും വയ്യ. അപ്പൊ ആളെന്ത് ചെയ്യും? ആൾക്ക് നന്നായി കെമിസ്ട്രി അറിയാം. അപ്പൊ ആള് സാധാരണ ഇൻഗ്രീഡിയന്റ് കൊണ്ട് മെത്താംഫിറ്റമിൻ മാനുഫാക്ചർ ചെയ്യും. അപ്പൊ ആളുണ്ടാക്കുന്ന ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിരിക്കും. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. കണ്ടോക്കണെങ്കിൽ നമുക്ക് ഈ മെത്താംഫിറ്റമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ പറ്റും. അത്രയും അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഒരു ഡ്രഗ് ആണത് കേട്ടോ. സിന്തറ്റിക് ഡ്രഗ്സ്. ഇപ്പൊ കേരളത്തിലൊക്കെ നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സിന്തറ്റിക്, ഇങ്ങനത്തെ LSD, മെത്താംഫിറ്റമിൻ, ഇതിനെ പല പേരിലാണ് വിളിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇത് കുറച്ച് റെഗുലേഷനിലുള്ള ഡ്രഗുകളാണ്, ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഡ്രഗുകളാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും പഠിച്ചില്ലേ? ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ADHD ട്രീറ്റ്മെന്റ്, ഇപ്പൊ ADHD എന്തായാലും പഠിച്ചു. ADHD ട്രീറ്റ്മെന്റ് വേറെ കൊടുക്കുന്ന ഡ്രഗ് എന്താണ്? അടുത്തൊരു ഡ്രഗ് കൂടി പഠിക്കണം നമ്മൾ, മോഡാഫിനിൽ. എന്താണ് മോഡാഫിനിൽ? കേട്ടോ, എന്താണ് മോഡാഫിനിൽ? മോഡാഫിനിലും ഈ ആംഫിറ്റമിൻ മാതിരി തന്നെയാണ്. ഇതും നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് കൂട്ടും. അതായത് 2 മണിക്കൂർ പഠിക്കാൻ പറ്റാത്ത ആൾ കണ്ടിന്യൂസ്ലി 16 മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഈ ഒരു ഡ്രഗും മെഡിക്കൽ സ്റ്റുഡൻസ് അബ്യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസ് മാത്രമല്ല, IT പ്രൊഫഷണൽസ് ഒക്കെ ഇതെടുക്കുക. എന്താ പറയുക, കുറച്ച് കോമ്പറ്റീഷൻ സംഭവങ്ങൾ വരുമ്പോൾ ഇത് എടുക്കാറുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്താണ്? പിന്നെ ഉറക്കം വരില്ല, ഇൻസോംനിയ, ഉറക്കം കംപ്ലീറ്റ് ആകും. ഇത് അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ ഡ്രഗ്സുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ചിലർ സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നവരും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ മോഡാഫിനിൽ പഠിച്ചു, ആംഫിറ്റമിൻ പഠിച്ചു അല്ലെ? ക്ലിയർ ആണോ? Yes, sir. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി ആക്ടിങ് പഠിച്ചു അല്ലേ? ഡയറക്ട്ലി ആക്ടിങ് പഠിച്ചു, ഇൻഡയറക്ട്ലി ആക്ടിങ് പഠിച്ചു. ഇനി പഠിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് ആക്ടിങ് ആണ്. മിക്സഡ് ആക്ടിങ്ങിൽ ഒരു ഡ്രഗെങ്കിലും ഓർത്ത് വെക്കുക. അതിന്റെ പേരാണ് എഫെഡ്രിൻ.
കേട്ടോ. എഫെഡ്രിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഓർത്ത് വെക്കുക കേട്ടോ. അത് ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ അനസ്തീഷ്യ കഴിയുമ്പോൾ ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ, സ്പൈനൽ അനസ്തീഷ്യ കഴിയുമ്പോൾ ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ, BP കുറയുകയാണെങ്കിൽ കൊടുക്കുന്ന ഡ്രഗാണ് എഫെഡ്രിൻ. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും ഒന്ന് ഓർത്തിരിക്കുക പറ്റുവാണെങ്കിൽ. അത് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അഡ്രിനർജിക് അഗോണിസ്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇവിടെ അഡ്രിനർജിക് സിസ്റ്റത്തിൽ അഡ്രിനർജിക് അഗോണിസ്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അഡ്രിനർജിക് ആന്റഗോണിസ്റ്റ് എന്താണുള്ളത്? ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്, ബീറ്റ ബ്ലോക്കേഴ്സ്. कोई लेकर नहीं आता है। ഹലോ, ആരോ ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു, വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണെന്ന് തോന്നുന്നു. മൈക്ക് ഓൺ ആണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹലോ. Yes, sir. കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇനി അഡ്രിനർജിക് ആന്റഗോണിസ്റ്റിലേക്ക് പോവാം. Okay. അഡ്രിനർജിക് ആന്റഗോണിസ്റ്റ്. അഡ്രിനർജിക് ആന്റഗോണിസ്റ്റ് നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് പറയോ? ആൽഫ ബ്ലോക്കേഴ്സും പിന്നെന്താണുള്ളത്? ബീറ്റ ബ്ലോക്കേഴ്സ്. ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ പഠിച്ചു, ഹൈപ്പർ ടെൻഷന്റെ ചാപ്റ്ററിൽ പഠിച്ചു. പക്ഷെ നമുക്ക് എന്നാലും ഒന്നുകൂടി പെട്ടെന്ന് റിവൈസ് ചെയ്യാം. പക്ഷെ ആൽഫ ബ്ലോക്കറിലേക്ക് ആദ്യം കിടക്കാം. ആൽഫ ബ്ലോക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ, രണ്ടല്ല 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നോൺ സെലക്റ്റീവ്. എളുപ്പമാണ്. നോൺ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ 1നെയും ബ്ലോക്ക് ചെയ്യും, ബീറ്റ 1നെയും ബ്ലോക്ക് ചെയ്യും, അല്ലേ? അല്ല, ആൽഫ 1നെയും ബ്ലോക്ക് ചെയ്യും, ആൽഫ 2നെയും ബ്ലോക്ക് ചെയ്യും. പ്രത്യേകിച്ച് സെലക്ടിവിറ്റി ഒന്നുമില്ല. പിന്നെ വരുന്നതാണ് സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്ക്. പിന്നെ വരുന്നതാണ് സെലക്റ്റീവ് ആൽഫ 2 ബ്ലോക്കർ. ആദ്യത്തെ എന്തായിരുന്നു? നോൺ സെലക്റ്റീവ്. നോൺ സെലക്റ്റീവില് എന്താണ്? Alpha അത് 1, Alpha 2. ആൽഫനെയും ആൽഫ 2നെയും ബ്ലോക്ക് ചെയ്യും. സെലക്റ്റീവ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1നെ മാത്രം. സെലക്റ്റീവ് ആൽഫ 2 എന്ന് പറഞ്ഞാൽ ആൽഫ 2നെ മാത്രം. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അപ്പൊ നമ്മൾ നോൺ സെലക്റ്റീവിൽ നമുക്ക് 2 ഡ്രഗ് ആണുള്ളത്. ഒന്ന് ഫെന്റോളമീനും രണ്ടാമത്തത് ഫീനോക്സി ബെൻസമീനും. എന്താണ്? ഫെന്റോളമീനും ഫീനോക്സി ബെൻസമീൻ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പേരുകൾ പഠിക്കാം. ഇനി സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കർ, ഇതെല്ലാവർക്കും അറിയുന്ന കുറച്ച് ഡ്രഗ്സ് ആണ്. ഇവിടെ എഴുതാം. ഇതിൽ വരുന്നതാണ് പ്രസോസിൻ, ടാംസുലോസിൻ, സിലോഡോസിൻ. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ്സ് നമ്മൾ ഈ അറ്റ്ലീസ്റ്റ് 3 എണ്ണെങ്കിലും പഠിക്കണം. എന്താണ്? പ്രസോസിൻ, ടാംസുലോസിൻ, സിലോഡോസിൻ. കുറെ ഡ്രഗ്സ് ഉണ്ട്, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ 3 എണ്ണെങ്കിലും പഠിക്കണം. സെലക്റ്റീവ് ആൽഫ 2 പ്രത്യേകിച്ച് ഇപ്പൊ ക്ലിനിക്കൽ യൂസ് ഒന്നുമില്ല, പക്ഷെ എന്നാൽ അതിന്റെ പേര് യുഹിംബിൻ. ഇനി നമുക്ക് ഇതിന്റെ യൂസസ് പഠിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ? വളരെ എളുപ്പമല്ലേ? കൂടുതൽ ഡ്രഗ്സ് ഒന്നും ഇല്ലല്ലോ. നോൺ സെലക്റ്റീവിൽ എന്താണ്? ഫെന്റോളമീനും ഫിനോക്സിബെൻസമീനും. സെലക്റ്റീവിൽ വരുന്നതാണ് പ്രസോസിൻ, ടാംസുലോസിൻ, സിലോഡോസിൻ. സെലക്റ്റീവ് ആൽഫ 2 വരുന്നതാണ് യുഹിംബിൻ. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ നോൺ സെലക്റ്റീവിന്റെ യൂസസ് പഠിക്കാം. അതിൽ ഫെന്റോളമീൻ നമ്മൾ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഫീനോക്സിബെൻസമീന്റെ യൂസ് നമുക്ക് പഠിക്കാം. നേരത്തെ ക്ലാസ്സിൽ ഈ ബൈഫേസിക് റെസ്പോൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഈ ബൈഫേസിക് റെസ്പോൺസ് എന്താണെന്ന് അഡ്രിനലിന്റെ? ആരെങ്കിലും ഒന്ന് പറയാമോ? ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഇതെന്താണെന്ന് പറയാമോ? അഡ്രിനലിന്റെ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യാൻ. BP ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്? ആൽഫ 1. BP കുറയാൻ കാരണം എന്താണ്? Alpha 2. ബീറ്റ 2. Beta 2. ബീറ്റ 2. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പഠിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ നമുക്ക് ഇനി ഒരു അസുഖമുണ്ട്. ഈ അസുഖത്തിന്റെ പേരാണ് ഫിയോക്രോമോസൈറ്റോമ. എന്താണ്? ഫിയോക്രോമോസൈറ്റോമ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഫിയോക്രോമോസൈറ്റോമ. സ്പെല്ലിംഗ് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ഫിയോക്രോമോസൈറ്റോമ ഒന്നുകൂടി ഞാൻ എഴുതാം. ഫിയോക്രോമോസൈറ്റോമ. ഓക്കെ, ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ,
നമ്മുടെ കിഡ്നിയുടെ മേലെ നമുക്കൊരു ഗ്ലാൻഡ് ഉണ്ട്. Adrenal ഗ്ലാൻഡ് gland. പേരെന്താണ്? Adrenal അഡ്രിനൽ ഗ്ലാൻഡ്. Adrenal gland. അഡ്രീനൽ ഗ്ലാൻഡ്. റീനലിന്റെ മേലെയുള്ള ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന് ചിലപ്പോൾ ഒരു ട്യൂമർ വരാം. അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഉള്ളിലാണ് നമ്മുടെ അഡ്രിനാലിനൊക്കെ സെക്രേറ്റ് ആവുന്നത്. അഡ്രിനാലിനൊക്കെ നോർ അഡ്രിനാലിനൊക്കെ സ്റ്റോർ ആയിരിക്കുന്നത്. ഇതിനൊരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിന് ഒരുപാട് സെക്രേറ്റ് ആവും, അല്ലേ? അഡ്രിനാലിന് ഒരുപാട് സെക്രേറ്റ് ആവും. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്രേറ്റ് ആവും. അഡ്രിനാലിന് ഒരുപാട് സെക്രേറ്റ് ആയ എന്താ പ്രശ്നം? നമ്മുടെ ബോഡിയിൽ ഈ ബൈഫേസിക് റെസ്പോൺസ് നടക്കും. ഹൈ ഡോസിൽ അഡ്രിനാലിനുള്ളപ്പോൾ എപ്പോഴും ബി പി കൂടും. പക്ഷെ ബി പി കുറയുന്നത് വളരെ കുറച്ചായിരിക്കും, β2 മീഡിയേറ്റഡ്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടംമാതിരി അഡ്രിനാലിനില്ല. ഹൈ ഡോസിൽ എന്താണ്? α1 ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് സർജറി ചെയ്ത് ഇത് മാറ്റണം, അല്ലെ? ഈ ട്യൂമർ നമുക്ക് മാറ്റണം, അല്ലേ? സർജറിക്ക് മുന്നേ പേഷ്യന്റ് ബി പി നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. സർജറിയുടെ സമയത്ത് നമ്മൾ ഈ ഒരു ഗ്ലാൻഡിന് നമ്മൾ കൈയോട്ടൊന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോർസെപ്സ് കൊണ്ട് ടച്ച് ചെയ്യാന്ന് വിചാരിക്കുക. ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഡ്രിനാലിൻ റിലീസ് ചെയ്യും. ഒരുപാട് അഡ്രിനാലിൻ റിലീസ് ചെയ്യും. ഈ അഡ്രിനാലിൻ റിലീസ് ചെയ്യുമ്പോൾ പേഷ്യന്റ് ഡെഡ് ആയി പോകും, കാരണം അത്രയും ബി പി കൂടും. അപ്പൊ നമ്മൾ സർജറിക്ക് മുന്നേ പേഷ്യന്റെ ബി പിയും ഈ അഡ്രിനാലിന്റെ റിസപ്റ്റേഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കണം, അല്ലേ? അഡ്രിനാലിന്റെ റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബി പി കൂടും? ഇല്ല. അപ്പൊ നമ്മൾ സർജറി തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ട്യൂമറാ. തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ ബി പി കൂടും, കാരണം ഇത്രയും ഹോർമോൺസ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫിയോക്രോമോസൈറ്റോമയിൽ നമ്മൾ എന്താ പറയാ, നമുക്ക് ബി പി കുറയ്ക്കാനായിട്ട് 2 ഡ്രഗ്സുകളെ മെയിൻ ആയിട്ട്, ആൽഫ ബ്ലോക്കേഴ്സും ഉണ്ട്, ബീറ്റ ബ്ലോക്കേഴ്സും ഉണ്ട്. നമ്മൾ ഏതാണ് ആദ്യം കൊടുക്കുക? α1 blocker. ഓക്കെ, നമ്മൾ ബീറ്റ ബ്ലോക്കർ കൊടുത്ത എന്താ പ്രശ്നം? നമ്മൾ ബീറ്റ ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഈ β2 പോയിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്രിനാലിൻ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബൈൻഡ് ചെയ്യേണ്ട അഡ്രിനാലിൻ കൂടിയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ബി പി ഒരുപാട് കൂടും, പേഷ്യന്റ് ഡെഡ് ആയി പോകും. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് α1, എന്താണ് β2, അല്ലെ? α1 കാരണം ബി പി കൂടുന്നു, β2 കാരണം ബി പി കുറയുന്നു. അപ്പൊ നമുക്കൊരു 1000, നമ്മുടെ കയ്യിൽ 1000 അഡ്രിനാലിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഹൈ ഡോസിലാണ് ഇരിക്കുന്നത്. അപ്പൊ 700 അഡ്രിനാലിനും α1 പോയി ബൈൻഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ബി പി കൂടും. ബാക്കി 300 എണ്ണം എവിടെയാണ്? β2 പോയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ബി പി കുറയ്ക്കും. പക്ഷെ എന്നാലും ടോട്ടൽ ബി പി എന്താണ്? കൂടിയിട്ടായിരിക്കുക, അല്ലെ? ടോട്ടൽ ബി പി നോക്കുമ്പോൾ കൂടിയിട്ടായിരിക്കുക. ടോട്ടൽ ബി പി എന്താണ്? കൂടിയിട്ടാണ് ഇരിക്കുക. കാരണം എന്താണ്? 700 എണ്ണം α1 ബൈൻഡ് ചെയ്യുന്നത്, അല്ലെ? ഇനി നമ്മൾ ബീറ്റ ബ്ലോക്കർ കൊടുത്തു. ബീറ്റ ബ്ലോക്കർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ബ്ലോക്ക് ആയി പോയി. അപ്പൊ ഈ 300 എണ്ണം എന്തായാലും ഇവിടെ ബാക്കിയുണ്ട്. ഈ 300 എണ്ണം കൂടി പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ബി പി ഒരുപാട് കൂടും. ഒരുപാട് കൂടി കഴിഞ്ഞാൽ പേഷ്യന്റ് മരിച്ചു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബീറ്റ ബ്ലോക്കർ ആദ്യം കൊടുക്കരുത്. എപ്പോഴും ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? ആൽഫ ബ്ലോക്കർ. അപ്പൊ ആൽഫ ബ്ലോക്കർ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഫീനോക്സി ബെൻസമീൻ. കേട്ടോ? ഫീനോക്സി ബെൻസമീൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഫിയോക്രോമോസൈറ്റോമയിൽ. ആൽഫ ബ്ലോക്കർ ഷുഡ് ബി ഗിവൺ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പാടുള്ളൂ. ബീറ്റ ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ബി പി കൂടും, പേഷ്യന്റ് മരിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഡ്രഗ്സ് പഠിക്കാനുള്ള എന്താണ്? അപ്പൊ നമ്മൾ നോൺ സെലക്റ്റീവ് പഠിച്ചു കഴിഞ്ഞു. സെലക്റ്റീവിൽ ഇനി എന്താ ഉള്ളത്? α1, α2. അതിൽ α1 സെലക്റ്റീവിന്റെ പേരെന്ന് പറഞ്ഞേ? പ്രാസോസിൻ, ടാംസുലോസിൻ, സിലിഡോസിൻ. ഓക്കെ. ഇപ്പൊ ഇതിൽ പ്രത്യേകിച്ച് α1, ഇത് പ്രസോസിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രസോസിന് പ്രശ്നമുണ്ട്. ഈ α1 എവിടെയുള്ളത്? നമുക്ക് ബ്ലഡ് വെസൽ അല്ലേ? ആർട്ടറീസിന്. ബ്ലഡ് വെസൽ. α1 സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബി പി കൂടും. α1 ബ്ലോക്ക് ചെയ്താൽ എന്തുണ്ടാവും? ബി പി കുറയും. ഓക്കെ. അപ്പൊ പ്രസോസിൻ എന്ന് പറഞ്ഞ ബ്ലഡ് വെസലിലും ഉണ്ട്, യൂറിനറി ബ്ലാഡറിലും ഉണ്ട്. അപ്പൊ പ്രസോസിൻ കൊടുത്തു കഴിഞ്ഞാൽ ബി പി കുറയും ചെയ്യും. ബ്ലാഡറിന്റെ അവിടെ ബ്ലാഡറിന് ടൈറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന സാധനമാണ്, അതായത് യൂറേത്രയുടെ അവിടെ ടൈറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്ന സാധനമാണ് അതായത് നമുക്ക് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, അവിടെയാണല്ലോ പ്രോസ്റ്റേറ്റിന്റെ ചുറ്റുമുള്ള പ്രോസ്റ്റാറ്റിക് യൂറേത്രനെ ടൈറ്റ് ആയിട്ട് വെക്കുന്ന സാധനമാണ് ആൽഫ റിസപ്റ്റേഴ്സ്, α1A റിസപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? ഇത് കുറച്ച് ലൂസ്. ഇൻകോണ്ടിനൻസ് അല്ല, യൂറിൻ കുറച്ച്. ഇപ്പോ BPH, പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി.
ബി പി എച്ച് ഉള്ള പേഷ്യന്റിന് എന്താ പ്രശ്നം? ബി പി എച്ച് ഉള്ള പേഷ്യന്റിന് ഞാനിപ്പോ യൂറിനറി ബ്ലാഡറിന്റെ ഒരു സൈഡ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇങ്ങനെ വലുതായി ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക, ഇത്രയും വലുതായിട്ട് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടുത്തെ യൂറേത്ര ഓപ്പണിങ് വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ പ്രസോസിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ബ്ലാഡറിൽ ആൽഫ-1 റിസപ്റ്റർ ഉണ്ട്, അപ്പൊ എന്താണ് ലൂസ് ആവും. അപ്പൊ ബി പി എച്ചിൽ പ്രസോസിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ലൂസ് ആവും അല്ലെ? ലൂസ് ആവും. അപ്പൊ പ്രസോസിൻ കൊടുക്കുമ്പോൾ എന്താണ്? ബി പിയും കുറഞ്ഞു. ബി പി കുറയാനായിട്ടുള്ള വെറും ആൽഫ-1 റിസപ്റ്റർ. യൂറിനറി ഫ്ലോ കൂട്ടാനായിട്ട് യൂറേത്രൽ പ്രോസ്റ്റാറ്റിക് യൂറേത്ര റിലാക്സ് ആവും. അതിന്റെ ആ റിസപ്റ്റർ എന്താണ്? ആൽഫ-1. ഇത് രണ്ടും പ്രസോസിൻ കൊടുക്കുമ്പോൾ ഉണ്ടാവും. മനസ്സിലായോ? പക്ഷേ പ്രസോസിൻ കൊടുക്കുമ്പോൾ ബി പി, നോർമൽ ബി പി ഉള്ള ഒരാൾക്ക് പ്രസോസിൻ കൊടുക്കാൻ പാടും. ആളുടെ ബി പി കുറഞ്ഞു പോയില്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ടാംസിലോസിൻ, സിലിഡോസിൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ-1A സെലക്റ്റീവ് ആണ്. ആൽഫ-1A എവിടെയാ? ബ്ലഡ് വെസലിൽ ഇല്ല, ബ്ലാഡറിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബ്ലാഡറിൽ മാത്രമേ ഉള്ളൂ ആൽഫ-1A സെലക്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമുക്ക് ബി പി ഉള്ള പേഷ്യന്റ് ആണ്, ആൾക്ക് ബി പി എച്ചും ഉണ്ട്. എന്തുകൊണ്ട്? ഹൈപ്പർ ടെൻഷനും ഉണ്ട്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, പ്രോസ്റ്റേറ്റിന്റെ അസുഖമുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പ്രസോസിൻ. ഇപ്പൊ പേഷ്യന്റ് ബി പി എച്ച് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ? ടാംസിലോസിൻ അല്ലെങ്കിൽ സിലിഡോസിൻ. എളുപ്പമല്ലേ? ഇത് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. കുറെ ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയുന്ന ആൾക്കാരിന് കുറെ പേര് സഫർ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബി പി എച്ചിൽ കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഡ്രഗിന്റെ പേര് പറഞ്ഞേ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടില്ല ഇതുവരെയായിട്ടും, പക്ഷെ നമ്മൾ അറിയേണ്ട സാധനമാണ്. ഒന്നല്ലെങ്കിൽ ഫിനാസ്റ്ററൈഡ് അല്ലെങ്കിൽ ഡ്യൂട്ടാസ്റ്ററൈഡ്. ഇതെന്താണ്? DHT ബ്ലോക്കർ ആണ്, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിന്റെ ബ്ലോക്കർ ആണ്, ആൻഡ്രോജന്റെ ബ്ലോക്കർ ആണ് കേട്ടോ. ടെസ്റ്റോസ്റ്ററോൺ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ബി പി എച്ചിന്റെ പ്രോസ്റ്റേറ്റിന്റെ സൈസ് കൂടുന്നത്. ഇതെന്താണ്? DHT ബ്ലോക്കർ ആണ്. എന്താണ്? ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിന്റെ ബ്ലോക്കർ ആണ്. എന്താണ്? ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിന്റെ ബ്ലോക്കർ ആണ് കേട്ടോ. DHT ബ്ലോക്കർ ആണ്. അപ്പൊ ഈ DHT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെയിൽസിൽ ഉണ്ടാവുന്ന സാധനമാണ്. എന്താണ്? മെയിൽസിൽ ഉണ്ടാവുന്ന സാധനമാണ്. അപ്പൊ മെയിൽസിൽ മുടി കൊഴിച്ചിലുണ്ടാവുന്നത് എന്താണ്? മെയിൽസിൽ ഹെയറിന്റെ അവിടെ ഉണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതും ബിയേർഡ് ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ എന്താണ്? DHT ആണ്. ചില ആൾക്കാർക്ക് ഈ DHT സെൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെയർ ലോസ് ഉണ്ടാവും. പക്ഷെ അവർക്ക് താടി നന്നായി വളരും. കാരണം DHTക്ക് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് താടിന്. ഇതേ സാധനം തന്നെ നമുക്ക് എവിടെയുണ്ട്? പ്രോസ്റ്റേറ്റിലുണ്ട്. പ്രോസ്റ്റേറ്റിൽ വന്നിട്ട് DHT ബൈൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? പ്രോസ്റ്റേറ്റിന്റെ വലുപ്പം കൂടും. അപ്പൊ DHT ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? പ്രോസ്റ്റേറ്റിന്റെ സൈസ് കുറയും, പ്രോസ്റ്റേറ്റ് കുറയും, ഹെയർ ലോസും കുറയും. അപ്പൊ ഹെയർ ലോസിന്റെ ട്രീറ്റ്മെന്റിനും ഫിനാസ്റ്ററൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടാസ്റ്ററൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. DPSന്റെ ട്രീറ്റ്മെന്റിന് ഫിനാസ്റ്ററൈഡും ഡ്യൂട്ടാസ്റ്ററൈഡും യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ എക്സാമിനൊക്കെ, എൻട്രൻസ് എക്സാമിനൊക്കെ ഇപ്പൊ പുറത്തേക്കുള്ള എക്സാമിന് ചോദിക്കുന്നതാണ് പ്രസോസിന്റെ വേറൊരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കോർപ്പിയൻ ബൈറ്റില് ആന്റിഡോട്ട് ആണ് കേട്ടോ. ആന്റിഡോട്ട് ഫോർ സ്കോർപ്പിയൻ ബൈറ്റ് എന്താണ്? പ്രസോസിൻ. ക്ലിയർ ആണോ? നമ്മൾ പഠിച്ചു, പ്രസോസിൻ പഠിച്ചു, ടാംസിലോസിൻ പഠിച്ചു, സിലിഡോസിൻ പഠിച്ചു. ഇതെല്ലാത്തിന്റെ സൈഡ് എഫക്ട് എന്താണ്? നമ്മൾ കൂടുതലും നമ്മൾ ബി പി എച്ച് കണ്ടുവരുന്നത് വയസ്സായ ആൾക്കാരിലാണ് അല്ലെ? ഇതിനെല്ലാത്തിന്റെ സൈഡ് എഫക്ട് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ രാത്രിയാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് അല്ലെ? പ്രസോസിനും ടാംസിലോസിനും കൊടുക്കുന്നത്. അപ്പൊ കൊടുത്തപ്പോ തന്നെ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കാൻ പാടില്ല. പെട്ടെന്ന് ബെഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് തലകറങ്ങും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓർത്തോസ്റ്റാറ്റിക്. വെരി ഗുഡ്. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. വെരി ഗുഡ്. ഇനി അടുത്ത വേറൊരു പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യൂറിനറി ബ്ലാഡറിന്റെ ഇവിടെ റിലാക്സ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റ് ഇപ്പൊ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇത് റിലാക്സ് ആയതുകൊണ്ട് തിരിച്ച് ബ്ലാഡറിന്റെ ഉള്ളിലേക്ക് പോകും. ഇതിനെ വിളിക്കുന്നതാണ് റീട്രോഗ്രേഡ് ഇജാക്കുലേഷൻ.
ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ എന്തുണ്ടാവും? സ്പേംസ് വരില്ല. സ്പേംസ് വന്നില്ലെങ്കിൽ പ്രഗ്നന്റ് ആവില്ല, കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കും, ഇൻഫെർട്ടിലിറ്റി മാതിരി തോന്നും. പക്ഷെ മെയിൻ കാരണം എന്താണ്? സ്പേംസ് ഇവിടേക്ക് പോവാണ്, ബ്ലാഡറിന്റെ ഉള്ളിലേക്ക് പോവാണ്. കേട്ടോ? അപ്പൊ ഇതിനെ വിളിക്കുന്നതാണ് റിട്രോ. അപ്പൊ രണ്ട് ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട് എന്താണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് ഓർത്തോസ്റ്റാറ്റിക് Orthostatic പൊട്ടൻഷ്യൽ. Potential. Second one is retrograde ejaculation. ejaculation. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി അടുത്ത ഡ്രഗ് എന്താണ്? സെലക്റ്റീവ് ആൽഫ 2. ഇതിന് പ്രത്യേകിച്ച് ഇപ്പൊ യൂസുകളൊന്നും ഇല്ല. പക്ഷെ ഇത് പണ്ടൊക്കെ എന്താണ് സെക്ഷൽ ഡിസയർ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആയിരുന്നു. ഫീമെയിൽസിലായാലും മെയിൽസിലായാലും സെക്ഷൽ ഡിസയർ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ യൂസ് ഒന്നുമില്ല. ഇപ്പൊ ക്ലിയർ അല്ലേ? ആൽഫ ബ്ലോക്കേഴ്സ് നമ്മൾ പഠിച്ചില്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്ന് ആർക്കെങ്കിലും സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ചാർട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ ബീറ്റ ബ്ലോക്കേഴ്സ്? ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ എല്ലാം കൂടി സമ്മറൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ ടാംസിലോസിനും സെലഡോസിനും നമ്മൾ എന്താ വിളിക്കുക? യൂറോ സെലക്റ്റീവ്. കാരണം അത് ബി പി കുറയ്ക്കുന്നില്ല, യൂറോ സെലക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് പഠിക്കാം. ബീറ്റ ബ്ലോക്കേഴ്സിൽ പഠിക്കേണ്ടത് എന്താണ്? നോൺ സെലക്റ്റീവ് ഉണ്ട്, സെലക്റ്റീവ് ബീറ്റ 1 ഉണ്ട്, പിന്നെ കുറച്ചൊരു ന്യൂവർ ഡ്രഗ്സ് ഉണ്ട്. ഒന്നുകൂടി ഞാൻ എഴുതാം. ബീറ്റ ബ്ലോക്കേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ബീറ്റ ബ്ലോക്കേഴ്സ്. ഓക്കെ, നോൺ സെലക്റ്റീവിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറയും. പ്രൊപ്പനലോൾ. അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും പഠിക്കാം. പ്രൊപ്രാനലോൾ, പ്രൊപ്രാനോലോൾ. ഇനി ബീറ്റ 1 സെലക്റ്റീവ് എന്താണ്? ബീറ്റ 1 അല്ലേ ഹാർട്ടിലുള്ളത്? ബീറ്റ 1 സെലക്റ്റീവ്. ബീറ്റ 1 സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ സെലക്ട് ആവും. ബീറ്റ 1 എവിടെയുള്ളത്? ഹാർട്ടില്. അപ്പൊ ഹാർട്ടിനെ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? കാർഡിയോ സെലക്റ്റീവ്. കാർഡിയോ സെലക്റ്റീവ് അല്ലേ? കാർഡിയോ സെലക്റ്റീവ്. കാർഡിയോ സെലക്റ്റീവ് പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട്. ചോട്ടാ ബീം, BEAM, ബീം. B for bisoprolol, E for esmolol, esmolol, atenolol, A for atenolol, M metoprolol. for metoprolol. Very good. Metoprolol. നമ്മൾ കാർഡിയോളജിയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ടു മെറ്റോലാർ എക്സാർ എന്നുണ്ട്. മെറ്റോലാർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ഡ്രഗ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കണമെങ്കിൽ ഇതിന് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ അറിയാം. വാസോഡൈലേറ്റർ പ്രോപ്പർട്ടീസ് എന്ന് പറയാം, അല്ലെങ്കിൽ അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ട, അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് പഠിച്ചാൽ മതി. ലെബിറ്റലോൾ, കാർബിഡിലോൾ. എന്താണ്? ലാബിലേക്ക് നമ്മൾ കാർ ഓടിച്ചു പോകുന്നു. എന്താണ്? ലെബിറ്റലോൾ, കാർബിഡിലോൾ. ഓർത്ത് വെക്കാനായിട്ട്, ലാബിലേക്ക് കാർ ഓടിച്ചു പോകുന്നു. എന്താണ്? ലെബിറ്റലോൾ, കാർബിഡിലോൾ. അറ്റ്ലീസ്റ്റ് 2 പഠിക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് അത്രയും ഡീറ്റെയിലേക്ക് പോകണ്ട നമ്മൾ കേട്ടോ. എല്ലാത്തിനും ഓരോരോ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ബിറ്റോക്സിലോൾ, സെലിപ്രോൾ, എല്ലാത്തിനും വേറെ കുറെ ആക്ഷനുകളുണ്ട്. പക്ഷെ അത്രയും പോകണ്ട, ഇത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. ഇപ്പൊ 2 എക്സാമ്പിൾ എന്താണ്? ഇവിടെ വാസോഡൈലേറ്റർ പ്രോപ്പർട്ടി ഉള്ള ഡ്രഗ് എന്താണ്? ഇതിന്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലേ. പക്ഷെ ഇത് എന്ത് ചെയ്യും? ഈ വാസോഡൈലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആൽഫനും ബ്ലോക്ക് ചെയ്യും, ആൽഫ 1നും ബ്ലോക്ക് ചെയ്യും, പ്ലസ് ബീറ്റനും ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെയുള്ള ഡ്രഗ്സിന്റെ പേരെന്താണ്? കാർബെഡിലോൾ, ലബിറ്റലോൾ. വാസോഡൈലേറ്റർ പ്രോപ്പർട്ടി. ഓക്കെ, ബീറ്റ ബ്ലോക്കേഴ്സിന്റെ യൂസ് നമ്മൾ പഠിച്ചു. ഈ കാർഡിയോ സെലക്റ്റീവ് ഡ്രഗ്സിന്റെ പേര് എന്തായാലും പഠിക്കണേ. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പേരാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും പഠിച്ചു അല്ലേ? ഇപ്പൊ നമ്മുടെ അഡ്രിനർജിക് സിസ്റ്റവും കോളിനർജിക് സിസ്റ്റവും വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഇത് കഴിഞ്ഞു അല്ലേ? നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇനി ബാക്കിയുള്ളത് ആന്റി ഡിപ്രസന്റ്, ആന്റി കൺവൾസന്റ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ CNSഉം ANSഉം കഴിഞ്ഞു. 2 വലിയ ചാപ്റ്റേഴ്സ്. കാർഡിയോളജി നമ്മൾ നേരത്തെ ഒരുപാട് തീർത്തിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ച് ടോപ്പിക്സേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടി, ഒരു ചെറിയ ടോപ്പിക് അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മളൊരു 10-15 മിനിറ്റ്സിൽ ഒന്ന് കവർ ചെയ്താലോ? കവർ ചെയ്യാം.
Yes, sir. നമ്മളെല്ലാവരും നമ്മൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെല്ലാവരും നമ്മുടെ ഇന്ത്യയിലത്തെ എല്ലാവരും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം. പേരൊന്ന് പറയാമോ? നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഇതിന്റെ ഒരു അംശം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏതൊരു അസുഖം എന്ന് പറയാൻ പറ്റുമോ? ട്യൂബർക്കുലോസിസ്. Sir, ഒന്നുകൂടെ പറയൂ. വെരി ഗുഡ്. എന്താണ്? നമ്മളെല്ലാവരും വൺ ഓർ ദി അതർ വേ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിരിക്കും ഒരു അസുഖം. അസുഖത്തിന്റെ പേരെന്ന് പറയാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞു ടി ബി ആണ്. ട്യൂബർകുലോസിസ് ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റ് ഒരുവിധം ഒരുപാട് പൈസ ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്ന ഒരു അസുഖമാണ് ട്യൂബർകുലോസിസ് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും നമ്മളെല്ലാവരും എക്സ്പോസ്ഡ് ആണ്. ഇന്ത്യയിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ എയറിൽ കൂടി നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ ട്യൂബർകുലോസിന് എക്സ്പോസ്ഡ് ആണ്. നമ്മളെല്ലാവരും എക്സ്പോസ്ഡ് ആണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ടി ബി വരുന്നില്ല? അല്ലെങ്കിൽ ആർക്കാണ് ടി ബി വരുന്നത്? ടി ബി വരുന്നത് എല്ലാവരും ടി ബിനെ കണ്ടിട്ടുണ്ട്. ടി ബി ഉള്ള പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എല്ലായിടത്തും ടി ബി ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 reasons. One is nutrition. Next is immunity. അപ്പൊ ന്യൂട്രീഷൻ കുറഞ്ഞ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഒക്കെ വളരെ കുറഞ്ഞായിട്ടുള്ള ആൾക്കാർ, ഫുഡൊന്നും കഴിക്കാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ടി ബി വരാം. ഇമ്മ്യൂണിറ്റി കുറയുന്ന എന്തൊക്കെ അസുഖത്തിലാണ്? ഇമ്മ്യൂണിറ്റി കുറയണമെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഡയബറ്റീസ് വരണം. ഡയബറ്റീസ് വന്നെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അല്ലെങ്കിൽ HIV വരണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ സ്റ്റിറോയിഡ് കുറേ നാളെടുത്തിരിക്കണം. സ്റ്റിറോയിഡ്സ് കുറേ നാളെടുത്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന കണ്ടീഷൻസ് എന്താണ്? ഡയബറ്റിസ്, HIV, സ്റ്റിറോയിഡ്സ്. ക്യാൻസറിൽ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയും. ആന്റി ക്യാൻസർ വേണമെങ്കിൽ പറയാം, WBC ഒക്കെ കുറയാം. പക്ഷെ ഇത് മൂന്നുമാണ് നമ്മൾ കൂടുതലും പറയുന്നത് കേട്ടോ. സ്റ്റിറോയിഡ്സ് കൂടുതൽ എടുത്ത് അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ടി ബി വരുന്നത് കേട്ടോ. ടി ബി നമ്മളപ്പോ എങ്ങനെയാണ് നമ്മളൊരു പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്യുക? പേഷ്യന്റ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? പൾമനറി ടി ബി, ലങ്സിലെ ടി ബി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? പൾമനറി ടി ബി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞു. പേഷ്യന്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞേ. കഫ് ഉണ്ടാവും. പക്ഷേ ഈ കഫിന് ഒരു പ്രത്യേകത ഉണ്ട്. കഫ് മോർ ദാൻ 2 weeks. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കഫ് മോർ ദാൻ 2 weeks. പിന്നെ നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാവും. വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. പിന്നെ നൈറ്റിൽ ഫീവർ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. എന്താണ് നമ്മൾ വിളിക്കുക? ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. പിന്നെ കഫം ഉണ്ടായിരിക്കാം. കഫ് വിത്ത് സ്പ്യൂട്ടം ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ പേഷ്യന്റ് നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുക? നമ്മളിപ്പോ ഗവൺമെന്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന റെജിമെന്റ് പേരെന്താണ്? നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഡോട്ട്സ്. ഇത് നമ്മൾ ചോദിക്കാറുണ്ട്. ഇതെന്താണ്? നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അല്ലേ? നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടി ബി സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റ്, ഈ പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യും? ചെസ്റ്റ് എക്സ്റേ എടുക്കണം. ഇത് കൂടാതെ തന്നെ സ്പ്യൂട്ടം കൾച്ചറിന് വിടണം. സ്പ്യൂട്ടം AFB സ്റ്റെയിനിങ് എന്ന് വിളിക്കും. AFB സ്റ്റാൻഡ്സ് ഫോർ Acid fast bacilli. ഇതിന് എന്ത് സ്റ്റെയിനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക? സെഡൻ സ്റ്റെയിനിങ്. വെരി ഗുഡ്. സീൽ നീൽസൺ സ്റ്റെയിനിങ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റ് എക്സ്റേ എടുത്തു, സ്പ്യൂട്ടം എടുത്തു. ഇത് രണ്ടും കൂടുതൽ നമുക്കൊരു ടി ബി സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റ് നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പ്യൂട്ടം കിട്ടാം, ചിലപ്പോൾ എക്സ്റേ കിട്ടാം. പക്ഷെ ഇതിന്റെയൊക്കെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരെന്താണ്? എന്താണ്? വെരി ഗുഡ്. CB-NAT ആണ് ഇതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് CB-NAT. CB-NATന്റെ ഫുൾ ഫോം എന്താണ്? കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ
ടെസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കാര്യം കൂടി അറിയാൻ പറ്റും, റിഫാംപസിൻ സെൻസിറ്റിവിറ്റി കൂടി അറിയാൻ പറ്റും. റിഫാംപിസിൻ സെൻസിറ്റിവിറ്റി കൂടി അറിയാൻ പറ്റും. ഇത് നമുക്ക് ഡീറ്റെയിലിൽ പഠിക്കാം. CBNAT ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പം നമ്മൾ TB ക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് നമുക്കൊന്ന് പഠിക്കാം. TB ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ നീങ്ങട്ടെ. TB ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പറഞ്ഞോട്ടെ. Yes, Yes, sir. sir. Yes, sir. ഓക്കെ. It's അപ്പൊ a നമുക്ക് reason. അപ്പോൾ ആന്റി-TB ഡ്രഗ്സ് എങ്ങനെയാണ് പഠിക്കുക? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ പഠിക്കുക എന്നാണ് ഏറ്റവും എളുപ്പം. ഓക്കെ. ഈ സെക്കൻഡ് ലൈനിൽ തന്നെ എന്തുണ്ട്? ഇൻജെക്റ്റബിൾ ഉണ്ട്, ഓറൽ ഉണ്ട്, പിന്നെ ഫ്ലൂറോക്വിനോലോൺസ് ഉണ്ട്, പിന്നെ കുറച്ച് അതർ ഡ്രഗ്സ് ഉണ്ട്. ഇങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും മാത്രം പഠിച്ചാലും മതി. ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ലൈനിലുള്ള ഡ്രഗ്സ് എന്തായാലും അറിഞ്ഞുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ലൈനിലുള്ള ഡ്രഗ്സ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ റിഫാംസിൻ Paracetamol. നമ്മളൊരു ഓർഡറിൽ നമുക്ക് പറയാം. ഓർഡറിൽ എങ്ങനെയാണ് നമ്മൾ പറയാം? എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ, HREZ. HREZE. H stands for Paracetamol. isoniazid. Isoniazid. R stands for Rifampicin. rifampicin. Z stands for Pyrazinamide. pyrazinamide. E stands for Ethambutol. ethambutol. Very good. Ethambutol. ഇനി ഞാൻ ഇതിന്റെ ഒരു ഓർഡറിൽ പറയാം, പക്ഷെ ഇതിൽ കുറച്ച് ഡ്രഗ്സ് ഒന്ന് പഠിച്ചു. ഒരു ഇൻജെക്റ്റബിൾ ഡ്രഗിന്റെ ഒരു പേര് പറഞ്ഞേ. Streptomycin. ഇതിലത്തെ ഒരു ഓറൽ ഡ്രഗിന്റെ പേര് പറഞ്ഞേ. PAS എന്ന് പഠിച്ചാൽ മതി. പാരാ അമിനോ സാലിസിലിക് ആസിഡ്. എന്താണ്? പാരാ അമിനോ സാലിസൈലിക് ആസിഡ്. പാരാ അമിനോ സാലിസിലിക് ആസിഡ്. ഫ്ലൂറോക്വിനോളിന്റെ ഒരു പേര് പറഞ്ഞേ. ഫ്ലൂറോക്വിനോൾസിന്റെ പേര് എല്ലാക്സാസിൻസും എന്തൊക്കെയാണ്? നോർഫ്ലോക്സാസിൻ. നമ്മൾ ഓഫ്ലോക്സാസിൻ പഠിക്കുന്നു കേട്ടോ. ഓഫ്ലോക്സാസിൻ പഠിച്ചു. ഇനി അതേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ പുതിയത് വരുന്ന ഡ്രഗ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനത്തിന്റെ പേര് എന്താണ്? ബെഡാക്യുലിൻ. എന്താണ്? ബെഡാക്യുലിൻ പഠിക്കണം. ഇതിൽ വേറൊരു പഠിക്കുന്നതാണ് ലിനിസോളൈഡ് പഠിക്കണം. ലിനിസോളൈഡ് പഠിക്കണം. പിന്നെ ഒരു ഡ്രഗ് കൊണ്ട് പഠിക്കണം. ഡ്രഗിന്റെ പേരെർക്കെങ്കിലും പറയാവോ? ഒരു പുതിയൊരു ഡ്രഗാണ്. D വെച്ച് തുടങ്ങും. ഡെലമാനേറ്റ്. ഒന്ന് സമ്മറൈസ് ചെയ്യോ? ആരെങ്കിലും സമ്മറൈസ് ചെയ്യോ? പെട്ടെന്ന് സമ്മറൈസ് ചെയ്തേ. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന്റെ പേര്? Isoniazid. Rifampicin, pyrazinamide, ethambutol. ഓക്കെ, വെരി ഗുഡ്. ഇൻജെക്റ്റബിൾ സെക്കൻഡ് ലൈൻ ഇൻജെക്റ്റബിളിന്റെ പേര്, ഒരെണ്ണത്തിന്റെ പേര് Streptomycin. എല്ലാ സിൻ വരുന്നത് സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ. സെക്കൻഡ് ലൈൻ ഓറലിന്റെ പേര് Para salicylic പാരാ അമിനോ സാലിസിലിക് ആസിഡ്. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? പാസ് എഴുതും അല്ലെ? PAS. ഓക്കെ. പിന്നെ ഫ്ലൂറോക്വിനോളിൽ വരുന്നത് Ofloxacin. പിന്നെ അതർ ഡ്രഗ്സിൽ വരുന്നത്, അതായത് ന്യൂവർ ഡ്രഗ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് Bedaquiline. വെരി ഗുഡ്. ഡെലമാനിഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും മെക്കാനിസം നമ്മൾ സിമ്പിളായി പഠിക്കുന്നു. എല്ലാത്തിന്റെയും സൈഡ് എഫക്ട് പഠിക്കുന്നു. പെട്ടെന്ന് നമ്മൾ പഠിക്കുന്നു. TB എന്ന് പറയുന്ന ടോപ്പിക് വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഓക്കെ. നമ്മളിത് പഠിക്കുന്നതിനായിട്ട് മുന്നേ ഞാൻ ബാക്ടീരിയയുടെ സെൽ വോളും ഇതൊക്കെ ഒന്ന് പറയാം. നമ്മുടെ ബാക്ടീരിയക്ക് എന്തുണ്ട്? ഇത് ബാക്ടീരിയക്ക് നമുക്ക് എല്ലാവർക്കും സെൽ മെമ്പറൈൻ ഉണ്ട്. പക്ഷെ ബാക്ടീരിയക്ക് ഒരു സാധനം കൂടി ഉണ്ട്. അതിനെന്താ വിളിക്കുക? സെൽ വാൾ അല്ലേ? യൂഷ്വലി നമുക്കൊക്കെ എന്താണ്? സെൽ മെമ്പറൈൻ ആണുള്ളത്. മെമ്പറൈൻ. പക്ഷെ ബാക്ടീരിയക്ക് എന്തുണ്ട്? ഈ മൈക്കോ ബാക്ടീരിയം. ഇത് TB ഉണ്ടാക്കുന്ന ബാക്ടീരിയ പേരെന്താണ്? Mycobacterium tuberculosis. മൈക്കോ ബാക്ടീരിയം.
ബാക്ടീരിയ. ഇങ്ങനെ വിളിക്കാനൊരു കാര്യമുണ്ട്, മൈക്കോ ബാക്ടീരിയ എന്ന് വിളിക്കാൻ കാര്യമുണ്ട്. കാരണം ബാക്ടീരിയ സെൽ വോൾ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, സെൽ വോളിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഒരു 3 കട്ടയാണുള്ളത് കേട്ടോ, 3 ലെയറാണ്. ഒരു ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇതെല്ലാ ബാക്ടീരിയയ്ക്കും ഉണ്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇത്രയും പഠിക്കുന്നില്ലേ? പെപ്റ്റിഡോഗ്ലൈക്കൻ എല്ലാ ബാക്ടീരിയയ്ക്കും ഉള്ളതാണ്. പക്ഷെ ഈ ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു സംഭവമുണ്ട്. എന്താണ്? മൈക്കോളിക് ആസിഡ്. മൈക്കോളിക് ആസിഡ്. ഇതുകൊണ്ടാണ് മൈക്കോ ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. എന്താണുള്ളത്? മൈക്കോളിക് മൈക്കോളിക് ആസിഡ്. ആസിഡ്. മൈക്കോളിക് ആസിഡ്. ഓക്കെ. ഈ പെപ്റ്റിഡോഗ്ലൈക്കനെയും മൈക്കോളിക് ആസിഡിനെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെ വിളിക്കുന്നതാണ്, അതിനെന്താ വിളിക്കുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? അരബിനോഗ്ലൈക്കൻ. അരബിനോഗ്ലൈക്കൻ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പഠിക്കണേന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് അരബിനോഗ്ലൈക്കൻ? ഒന്നുകൂടി പറയാമോ? ജസ്റ്റ് ഒന്ന് ഒരാൾ സമ്മറൈസ് ചെയ്യാമോ? മൈക്രോ ബാക്ടീരിയത്തിന് സെൽ മെംബ്രെയിനും സെൽ വാളും ഉണ്ട്. സെൽ Okay. വാളില് മൂന്ന് ടൈപ്പ് ഇതുണ്ട്. ഓക്കെ. ആദ്യത്തേത് പെപ്റ്റിഡോഗ്ലൈക്കൻ, പിന്നെ മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ മൈക്രോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ മൈക്കോളിക് ആസിഡിനെയും പെപ്റ്റിഡോഗ്ലൈക്കനെയും ഇവിടെ കോണ്ടാക്ട് അതിനെ ഘടിപ്പിക്കുന്നത് അരബിനോഗാലക്ടൻ എന്നാണ് പേര്. ഗാലക്ടൻ. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ അരബിനോഗാലക്ടൻ ഉണ്ടാക്കുന്ന അരബിനോഗാലക്ടൻ ഈ ബാക്ടീരിയയിൽ ഉണ്ടാവണമെങ്കിൽ ഒരു എൻസൈം വേണം. അതിന്റെ പേരാണ് അരബിനോസിൽ ട്രാൻസ്ഫറേസ്. എന്താണ് പേര്? അരബിനോസിൽ ട്രാൻസ്ഫറേസ്. എന്താണ് എൻസൈമിന്റെ പേര്? അരബിനോസൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ. സിമ്പിൾ അല്ലേ? നമുക്കൊരു കാര്യം കൊണ്ട് പഠിക്കാം. എല്ലാ ബാക്ടീരിയക്കും സർവൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ATP വേണം. ATP സിന്തേസ് വേണം അല്ലെ? ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടെങ്കിൽ ATP ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ത് എൻസൈമാണ് വേണ്ടത് ഒരു ബാക്ടീരിയക്ക് വർക്ക് ചെയ്യണമെങ്കിൽ? ATP സിന്തേസ്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബാക്ടീരിയയുടെ മെയിൻ സംഭവമാണ് മൈക്കോളിക് ആസിഡ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു മൈക്കോളിക് ആസിഡിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്തു, മൈക്കോളിക് ആസിഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ആ ബാക്ടീരിയ സർവൈവ് ചെയ്യോ? ഇല്ലല്ലോ. സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിൻ ഭയങ്കര ഫ്രജൈൽ ആണ്. നമ്മൾ ഈ സെൽ വാൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ മരിച്ചുപോയി. അങ്ങനെയാണ്, മനസ്സിലായോ? ബാക്ടീരിയയിൽ അതുകൊണ്ടാണ് ബാക്ടീരിയക്ക് സെൽ വാൾ ഉള്ളത്. സെൽ വാൾ പൊട്ടി കഴിഞ്ഞാൽ ബാക്ടീരിയ മരിച്ചു. അപ്പോൾ മൈക്കോളിക് ആസിഡിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബാക്ടീരിയ സർവൈവ് ചെയ്യോ? ഇല്ല. നോ ഇല്ല. സർ. ഇനി അരബിനോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ സാധനത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിരിക്കാൻ പറ്റും. ആ ബിൽഡിംഗ് ഇടയിലുള്ള സിമെന്റ് കളഞ്ഞില്ലേ? രണ്ടിന്റെ ഇടയിലുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കന്റെയും മൈക്കോളിക് ആസിഡിന്റെ ഉള്ളിലുള്ള സിമെന്റ് കളഞ്ഞില്ലേ? അപ്പൊ പിന്നെ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇതിന്റെ ഉള്ളിലുള്ള ATP നമ്മൾ ഇൻഹിബിറ്റ് ചെയ്താൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി വേറൊരു കാര്യം പറയട്ടെ, ബാക്ടീരിയ എങ്ങനെയാണ്? ബാക്ടീരിയക്കുള്ളിൽ DNA ഉണ്ട് അല്ലേ? എങ്ങനെയാണ് നമുക്ക് യൂഷ്വലി എങ്ങനെയാണ് DNA റിപ്ലേഷൻ നടക്കുന്നത്? നമ്മുടെ DNA ആണെങ്കിൽ DNA എന്തായി മാറും? RNA ആയി മാറും. എന്താ? mRNA ആയി മാറും അല്ലേ? mRNA എന്താണ്? പ്രോട്ടീൻ ആയി മാറും. ഇങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഒരു സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു മനുഷ്യനായാലും ആർക്കായാലും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്താണ്? DNA എന്താവണം? mRNA ആവണം. mRNA പ്രോട്ടീൻ ആവണം അല്ലേ? പ്രോട്ടീൻ. അപ്പൊ DNA mRNA ആക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അതിന്റെ പേരെന്താണ്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. എന്താണ്? DNA ഡിപെൻഡന്റ് RNA പോളിമറേസ് അല്ലേ? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ആക്ച്വലി TB ഡ്രഗ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഓരോ ഡ്രഗ്സിനും നമ്മൾ ഇനി എടുക്കാം. ഓരോ ഡ്രഗ്സിന്റെ മെക്കാനിസം നമുക്ക് നോക്കാം. ഐസോനയാസിഡ് നമ്മൾ ഫസ്റ്റ് H എന്ന് പറഞ്ഞ ഡ്രഗ് പഠിച്ചില്ലേ? H എന്തായിരുന്നു? ഐസോനയാസിഡ്. എന്തായിരുന്നു? ഐസോനയാസിഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ് സിന്തസിസ്. മനസ്സിലായോ? INSന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്?
ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ് മൈക്കോളിക് സിന്തസിസ്. ആസിഡ്. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്ന ഡ്രഗ് എന്താണ്? HR ആറല്ല സെക്കൻഡ് റിഫാംബിസിൻ. വരുന്ന റിഫാംബസിൻ. റിഫാംബിസിൻ. റിഫാംബസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതാം. റിഫാംബിസിൻ ഇൻഹിബിറ്റ്സ് DNA ഡിപെൻഡന്റ് RNA പോളിമറേസ്. എളുപ്പമല്ലേ? ആ. ഇനി അടുത്തത് എന്താന്ന്? പൈറാസിനമൈഡ്. ഈ പൈറാസിനമൈഡ് എന്താണെന്നല്ല ചെയ്യുന്നത്? പൈറാസിനമൈഡും മൈക്കോളിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എന്താണ് പൈറാസിനമൈഡ്? എന്താ ചെയ്യുന്നത്? അതും മൈക്കോളിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. വേറൊരു രീതിയിലാന്നേ ഉള്ളൂ, പക്ഷെ മൈക്കോളിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ലാസ്റ്റ് പഠിക്കേണ്ട ഫസ്റ്റ് ഡ്രഗിന്റെ പേരെന്തായിരുന്നു? ലാസ്റ്റ് ഡ്രഗിന്റെ പേരെന്തായിരുന്നു? എത്താംബ്യൂട്ടോൾ. എത്താംബ്യൂട്ടോൾ എന്താ ചെയ്യുന്നത്? ഈ അരബിനോസിൽ ട്രാൻസ്ഫറേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഐസോനൈസിഡ് എന്താ ചെയ്യുന്നത്? ഐസോനൈസിഡും പൈറാസിനമൈഡും എന്താ ചെയ്യുന്നത്? ഇൻഹിബിറ്റ്സ് ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ്. മൈക്കോളിക് ആസിഡ്. ഓക്കെ. റിഫാംബസിൻ എന്താ ചെയ്യുന്നത്? DNA ഡിപെൻഡന്റ് RNA പോളിമറേസ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ചില സമയത്ത് പോളിമറേസ് കേട്ടോ. പിന്നെ എത്താംബ്യൂട്ടോൾ എന്താ ചെയ്യുന്നത്? ഇൻഹിബിറ്റ് അരാബിനോസിൽ ട്രാൻസ്ഫറേസ് കേട്ടോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ATP സിന്തസിസ് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പുതിയൊരു ഡ്രഗിന്റെ പേരാണ് ബെഡാക്യുലിൻ. എന്താണ് ബെഡാക്യുലിൻ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബെഡാക്യുലിൻ എന്താണ്? ATP സിന്തേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറി ആയിട്ട് ഇവിടെ എഴുതാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒന്നുകൂടി എഴുതാൻ പോവാണ്. HRZE. H എന്ന് പറഞ്ഞാൽ ഐസോനയാസിഡ്. INH. ഐസോനയാസിഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ്. ഓക്കെ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫാംബസിൻ. റിഫാംബസിന്റെ മെക്കാനിസം ഇൻഹിബിറ്റ് DNA ഡിപെൻഡന്റ് RNA പോളിമറേസ്. പൈറാസിനമൈഡിന്റെ മെക്കാനിസം സെയിം തന്നെ, ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ്. വേറെ രീതിയിലാണ്, പക്ഷെ ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ഇന്റെ മെക്കാനിസം എത്താംബ്യൂട്ടോൾ. സ്റ്റാൻഡ്സ് ഫോർ എത്താംബ്യൂട്ടോൾ. ഇൻഹിബിറ്റ് അരാബിനോസിൽ ട്രാൻസ്ഫറേസ്. ഇപ്പൊ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ ഡയഗ്രാമിൽ നിന്നൊന്നും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും സൈഡ് എഫക്ട് പഠിക്കാം. അതിനൊരു വഴിയിട്ടുണ്ട്. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇതിൽ 3 ഉണ്ടല്ലോ, HRZE. ഇതിൽ HRZ സ്റ്റാൻഡ്സ് ഫോർ പൈറസിനമൈഡ് അല്ലേ? എഴുതാം, പൈറാസിനമൈഡ്. ഇതെല്ലാം എന്താണ്? ഹെപ്പറ്റോടോക്സിക് ആണ്. ഇത് 3 ഹെപ്പറ്റോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നു. ലിവർ എൻസൈംസ് റേറ്റ് LFT റേസ് ആവുന്നു കേട്ടോ. ഹെപ്പറ്റോടോക്സിക്കും ആണ്, പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ടീരിയോ സൈഡലിനാണ്. ബാക്ടീരിയനെ പൂർണ്ണമായിട്ട് കൊല്ലും. സൈഡൽ ബാക്ടീരിയനെ കില്ല് ചെയ്യും. പക്ഷെ എത്താംബ്യൂട്ടോൾ മാത്രം ഉണ്ടല്ലോ, എത്താംബ്യൂട്ടോൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള സാധനമാണ്. എത്താംബ്യൂട്ടോൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയോ സ്റ്റാറ്റിക്ക. ബാക്ടീരിയനെ എനങ്ങാണ്ട് നിർത്തുള്ളൂ, പൂരായിട്ട് കൊല്ലൂല. ഇറ്റ് ഇസ് ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്. മനസ്സിലായോ? ബാക്ടീരിയക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബാക്ടീരിയ അവിടെ ഉണ്ട്, പൂർണ്ണമായിട്ട് കൊല്ലൂല. പക്ഷെ ഇതെന്താ? ദിസ് ഇസ് നോട്ട് ഹെപ്പറ്റോടോക്സിക്. ഇത് ഹെപ്പറ്റോടോക്സിക് അല്ല. അപ്പൊ ഹെപ്പറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് 3 ഏതെന്താണ്? ഐസോനയാസിഡ്, റിഫാംബസിൻ, പൈറാസിനമൈഡ്. വെരി ഗുഡ്, പൈറാസിനമൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും സൈഡ് എഫക്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോത്തിന്റെ സൈഡ് എഫക്ട് എടുത്ത് പഠിക്കാം. INHന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്. ഇപ്പൊ INH നമ്മൾ ഇവിടെ എടുത്തിട്ട് INH നമ്മളൊന്ന് വരയ്ക്കുകയാണ്. ഐസോനയാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ B6 അറിഞ്ഞൂടെ? വൈറ്റമിൻ B6 വേറെ പേരെന്താണ്? പിരിഡോക്സിന്റെ അതേ രൂപത്തിലാണ് ഐസോനയാസിഡ് ഉള്ളത്. ഐസോനയാസിഡും പിരിഡോക്സിന്റെ മാതിരിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ വൈറ്റമിൻ B6 നമുക്ക് നമ്മുടെ നെർവ് ഫംഗ്ഷന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇത്
ഇത് ഈ വൈറ്റമിൻ B6 ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് കോസസ് സംതിങ് നോൺ ആസ് ഡെഫിഷ്യൻസി. അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പെരിഫറൽ ന്യൂറൈറ്റിസ്. പെരിഫറൽ ന്യൂറൈറ്റിസ്. അതായത് നമുക്ക് കയ്യിലൊക്കെ നോക്കുമ്പോൾ പിൻസ് നീഡിൽസ് മാതിരി കയ്യിലൊക്കെ കുത്തുന്ന മാതിരി തോന്നും. പേഷ്യന്റിന്റെ അബ്നോർമൽ സെൻസേഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ പെരിഫറൽ ന്യൂറൈറ്റിസ് കൂടുതൽ കാണുന്ന ആർക്കൊക്കെയാണ്? ആൽക്കഹോളിക്സിന്, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള പേഷ്യന്റ്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന്. അവർക്കാണ് കൂടുതൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് പെരിഫറൽ ന്യൂറൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വരാണ്ടിരിക്കണമെങ്കിൽ പ്രഗ്നൻസി ഉള്ള വുമണിന് അല്ലെങ്കിൽ ഡയബറ്റീസ് ആണ്, ആൽക്കഹോളിക് ഒക്കെയാണ്, അങ്ങനെ ഒരു പേഷ്യന്റിന് TB വന്നാൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വൈറ്റമിൻ B6 കൊടുക്കണം. വൈറ്റമിൻ B6 കൊടുക്കണം. 10 mg per day കൊടുക്കണം. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ ഒരു പേഷ്യന്റ് പെരിഫറൽ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്, വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന പേഷ്യന്റ് ഇനി പെരിഫറൽ ന്യൂറൈറ്റിസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോഴും നമ്മൾ വൈറ്റമിൻ B6 കൊടുക്കണം. പക്ഷെ ഡോസ് എന്ന് പറയുന്നത് 100 mg, ഡോസ് കൂട്ടണം. 100 mg per day ആവും. ക്ലിയർ ആണോ? പെരിഫറൽ ന്യൂറൈറ്റിസ് വരാണ്ടിരിക്കാനായിട്ട് വൈറ്റമിൻ B6 എത്ര കൊടുക്കണം? 10 mg per 10 day. mg per 10 day. mg per day. വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനായിട്ട് എത്ര കൊടുക്കണം? 100 mg 100 per day. mg per 100 day. 100 mg per day. സിമ്പിൾ അല്ലേ? ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ സൈഡ് എഫക്ട്. അപ്പൊ നമ്മൾ സൈഡ് എഫക്ട് എഴുതുമ്പോൾ ഐസോനൈസിന്റെ സൈഡ് എഫക്ട് പെരിഫറൽ ന്യൂറൈറ്റിസും ഹെപ്പറ്റോടോക്സിസിറ്റി. ക്ലിയർ അല്ലേ? Yes. നമ്മൾക്ക് റിഫാംബസിൻ പഠിക്കാം. റിഫാംബസിന്റെ ഒരു സൈഡ് എഫക്ട് എന്താണ്? ഹെപ്പറ്റോടോക്സിസിറ്റി. അടുത്ത ഒരു സൈഡ് എഫക്ട് റിഫാംബസിന്റെ ഒരു ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫാംബസിൻ കഴിക്കുമ്പോഴല്ലോ പേഷ്യന്റിന്റെ സെക്രീഷൻസ്, സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ ടിയേഴ്സും ആവാം, യൂറിൻ ആയിരിക്കാം, സ്വെറ്റ് ആയിരിക്കാം. ഇതിനൊക്കെ ഒരു റെഡിഷ് ഓറഞ്ച് കളർ ഉണ്ടാവും. ഓറഞ്ച് കളർ ഉണ്ടാവും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പേഷ്യന്റിനോടൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ യൂറിൻ പാസ് ചെയ്യുമ്പോൾ റെഡിഷ് ഓറഞ്ച് കളർ ഉണ്ടാവും. അത് ബ്ലഡ് ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഡിസ്കളറേഷൻ ഉണ്ടാവും സെക്രീഷൻസിന്. എന്തിനൊക്കെ? സ്വെറ്റിന് ഉണ്ടാവാം, ടിയേഴ്സിന് ഉണ്ടാവാം, യൂറിന് ഉണ്ടാവാം. ക്ലിയർ ആണോ? ഇനി റിഫാംബസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് ഞാൻ പറയാം. റിഫാംബസിൻ ഈസ് എൻ എൻസൈം ഇൻഡ്യൂസർ. എൻസൈം ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലല്ലേ ഇത് മെറ്റബോളൈസ് ചെയ്യുന്നത്. അപ്പൊ ലിവറിൽ നമ്മൾ എൻസൈം ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ മെറ്റബോളൈസ് ചെയ്യുന്ന വേറെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. സപ്പോസ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. അപ്പോൾ വേറെ കുറച്ച് ഡ്രഗ്സിന്റെ ലെവൽ കുറയ്ക്കും. എൻസൈം ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലിവറിലാണ് ഡ്രഗ്സ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇപ്പൊ CYP എന്ന് പറഞ്ഞൊരു എൻസൈമാണ് നമ്മുടെ ഇപ്പോൾ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഡിജോക്സിൻ. ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹാർട്ടിന്റെ ഫംഗ്ഷനും ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഡ്രഗ് അല്ലേ. ഇപ്പൊ CFIV ഇപ്പൊ നമ്മൾ റിഫാംബസിൻ കൊടുക്കുകയാണെങ്കിൽ ഈ സംഭവം വളരെ ആക്റ്റീവ് ആവും. ഈ എൻസൈം വളരെ ആക്റ്റീവ് ആവും. വളരെ ആക്റ്റീവ് ആയി OCP പെട്ടെന്ന് ഇല്ലാണ്ടാവും. OCP പെട്ടെന്ന് കുറയും. ഡിജോക്സിന്റെ അളവ് പെട്ടെന്ന് കുറയും. കാരണം ഇത് ഭയങ്കര ആക്റ്റീവാണ്. ഇതാണ് ഇതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന സാധനം. ഇതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? തെറാപ്യൂട്ടിക് ഫെയിലിയർ ഉണ്ടാവും. പ്രഗ്നന്റ് ആവാണ്ടിരിക്കാനായിട്ട് OCP കഴിക്കുന്ന ഒരു പേഷ്യന്റ് റിഫാംബസിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ OCPയുടെ ഡോസ് കൂട്ടണം. ഡോസ് കൂട്ടിയില്ലെങ്കിൽ പ്രഗ്നന്റ് ആവും. അതേമാതിരി ഹാർട്ട് ഫെയിലിയറിന് വേണ്ടിയിട്ട് ഡിജോക്സിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഡിജോക്സിൻ ഇപ്പൊ എന്താ പറയാ, ഡോസ് കൂട്ടിയില്ലെങ്കിൽ ആവശ്യത്തിന് പമ്പിങ് കിട്ടില്ല. നമ്മൾ ഇന്ന് എന്താ മനസ്സിലാക്കണ്ടേ? റിഫാംബസിൻ ഈസ് എൻ എൻസൈം ഇൻഡ്യൂസർ. എൻസൈം ഇൻഡ്യൂസ് ചെയ്തുണ്ടാവും ബാക്കിയുള്ള ഡ്രഗ്സിന്റെ, ഇപ്പോൾ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിന്റെ ഒക്കെ ഫെയിലിയർ ഉണ്ടാവും. എന്തുണ്ടാവും? തെറാപ്യൂട്ടിക് ഫെയിലിയർ ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ. ഇനി പൈറാസിനമൈഡിന്റെ സൈഡ് എഫക്ട് എന്താണ്? പൈറസിനമൈഡിന് ഹെപ്പറ്റോടോക്സിസിറ്റി ഉണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചു. പക്ഷെ ഇത് കൂടാതെ തന്നെ ഇത് ഗൗട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. എന്താണ് ഗൗട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം? And it causes hyperuricemia. മനസ്സിലായി? ഗൗട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി എത്താംബ്യൂട്ടോളിന്റെ പ്രത്യേകത, എത്താംബ്യൂട്ടോളിന്റെ മെയിൻ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ഹെപ്പറ്റോടോക്സിസിറ്റി ഇല്ല, പക്ഷെ ഇതിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഇറ്റ് കോസസ്, എല്ലാവരും പഠിച്ചിരിക്കണേ, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. അതുകൊണ്ടാണ് കണ്ണ് ചെക്ക് ചെയ്യാൻ പറയുന്നത് TB ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? നമുക്കൊന്ന് കാഴ്ച കുറയും, വിഷൻ ബ്ലർ ആവും. ഇത് കൂടാതെ തന്നെ കളർ ബ്ലൈൻഡ്നെസ്സും വരാം.
കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീനും കളർ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് വരെ. ഇതിന്റെ സ്പെഷ്യൽ സൈഡ് എഫക്ട് എന്താണ്? ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. ഓക്കെ, അപ്പൊ നമ്മൾ LFT ചെക്ക് ചെയ്യണം, KFT ചെക്ക് ചെയ്യണം, കണ്ണ് ചെക്ക് ചെയ്യണം, ഐ എക്സാമിനേഷൻ ചെയ്യണം. പിന്നെ അത് കൂടാതെ തന്നെ യൂറിക് ആസിഡിന്റെ ലെവൽ നോക്കണം. വേണ്ടേ? ഇതൊക്കെ നോക്കണ്ടേ നമ്മൾ TB ഉള്ള പേഷ്യന്റിന്? മോണിറ്റർ ചെയ്യണ്ടേ? ഉം. അപ്പൊ ഇത്രയും പഠിച്ചില്ലേ? എളുപ്പമല്ലേ? ഫസ്റ്റ് ഉം. ലൈൻ ഡ്രഗ്സ് പഠിച്ചില്ലേ? Yes, sir. Yes. ഇനി നമ്മൾ എങ്ങനെയാ ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ് കൊടുക്കുക? ഒരു ന്യൂലി ഡയഗ്നോസ്ഡ് TB, റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു ന്യൂ TB കേസിനാണെങ്കിൽ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? HRZE 2 മാസം, ബാക്കി 4 മാസം HRE Or E. Mm. 2 months. ഫസ്റ്റ് 2 months അതിനെ വിളിക്കുന്നതാണ് ഇന്റൻസീവ് ഫേസ്. എന്താണ്? Intensive. ഇന്റൻസീവ് Intensive ഫേസ്. phase. 4 മാസം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ഫേസ്. अभी जाओगे ना बेड स्टेप देने तब दे देना. കേട്ടോ? ഇന്റൻസീവ് ഫേസും ഉണ്ട്, കണ്ടിന്യൂവേഷൻ ഫേസും ഉണ്ട്. ക്ലിയർ അല്ലേ? Yes. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ ഇനി മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ഒക്കെ ഉണ്ട്. തൽക്കാലം അത് പഠിക്കണ്ട, ഇതെങ്കിലും പഠിക്കാം. കേട്ടോ? ഇനി ഇഞ്ചെക്ടബിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സൈഡ് എഫക്ട്? Streptomycin. ഇഞ്ചെക്ടബിളിൽ നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? ഇഞ്ചെക്ടബിളിൽ നമ്മൾ സ്ട്രെപ്റ്റോമൈസിൻ പഠിച്ചു. Streptomycin. സ്ട്രെപ്റ്റോമൈസിൻ ഈസ് എൻ അമിനോഗ്ലൈക്കോസൈഡ്. Aminoglycoside. എന്താണത്? അമിനോഗ്ലൈക്കോസൈഡ്. അമിനോഗ്ലൈക്കോസൈഡിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓട്ടോടോക്സിക്. Autotoxin. ഓട്ടോടോക്സിക്. ബെഡാക്യുലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? Inhibit ATP. Inhibit ATP synthesis. ATP സിന്തേസ്. ATP സിന്തേസ്. ഡെലാമാനിഡിന്റെ മെക്കാനിസം ഞാൻ പറഞ്ഞില്ല. ഇത് ബേസിക്കലി ഇൻഹിബിറ്റ് മൈക്കോളിക് ആസിഡ് ആണ്. മൈക്കോളിക് ആസിഡ് ആണ്, പക്ഷെ അത് കൂടാതെ തന്നെ നൈട്രിക് ഓക്സൈഡിന്റെ റിലീസും ചെയ്യും. കേട്ടോ? ഇത്രയും ഡീറ്റെയിൽ പഠിക്കണ്ട. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിന്റെ സൈഡ് എഫക്ട് ഓട്ടോടോക്സിക്. അപ്പം നമ്മളൊരു പ്രഗ്നന്റ് ആയ ഒരു വുമണിന് സേഫ് ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറഞ്ഞാൽ HRZD സേഫ് ആണ്, ഫസ്റ്റ് ലൈൻ സേഫ് ആണ്. പക്ഷെ സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടിക്ക് ഇല്ല. കേൾവി പോവും. കേട്ടോ? ബെഡാക്യുലിന് ഒന്നും പറ്റിയില്ലെങ്കിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഡ്രഗ്സ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ സേഫ് ആയിട്ടുള്ള ഡ്രഗ് എന്താണ്? HRZD. HRZD. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. TB ഉള്ള പേഷ്യന്റ്, ഇപ്പൊ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് എന്ന് പറഞ്ഞില്ലേ? ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉള്ള പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ HIV ഉള്ള ഒരു പേഷ്യന്റ് ആവാം. HIVയും TBയും കൂടി ഒരുമിച്ച് വന്നു ഒരു പേഷ്യന്റിന്. ഇതിൽ ഏതാണ് ആദ്യം ട്രീറ്റ് ചെയ്യുക? HIV. TB. ഏതാണ് ആദ്യം ട്രീറ്റ് ചെയ്യുക? TB. ഒന്ന് പറയാമോ? HIV. ഓക്കെ, TB. ഞാൻ പറയാം. HIV നമ്മൾ TB. ട്രീറ്റ് ചെയ്യാന്നിരിക്കുക. HIV ട്രീറ്റ് ചെയ്യാൻ പേഷ്യന്റ് രണ്ടും ഉണ്ട്. TB ഉള്ളിലുണ്ട്, HIV ഉള്ള പേഷ്യന്റ് ഇമ്മ്യൂണിറ്റി ഇല്ല, ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ TB നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും TBനെ അറ്റാക്ക് ചെയ്യില്ല. ഒരു HIV പേഷ്യന്റ് ശരീരം TBനെ അറ്റാക്ക് ചെയ്യില്ല. കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തിരിച്ചറിയാൻ പറ്റില്ല ഇത് TB ആണോ എന്ന്. TB അവിടെ ഇരുന്ന് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നും ചെയ്യുന്നില്ല. പേഷ്യന്റിന് ചുമയും വരില്ല. കാരണം നമ്മുടെ ശരീരം എന്തെങ്കിലും തിരിച്ചു ചെയ്താലല്ലേ ചുമ വരുള്ളൂ. ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് തള്ളാനായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസ് ആണ്. അതൊന്നും കാണിക്കില്ല. അപ്പൊ നമ്മൾ HIV ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. HIV ട്രീറ്റ്മെന്റ് പേര് എന്താണ്? ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ ആന്റി റിട്രോ Retroviral വൈറൽ therapy. തെറാപ്പി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആവും. Okay. പേഷ്യന്റിന്റെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആവും. ഇമ്മ്യൂണിറ്റി ബെറ്റർ ആവുമ്പോൾ TB okay, TB-നെ recognize ചെയ്യും. TBനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ TBനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പേഷ്യന്റിന് കുറെ പ്രശ്നങ്ങൾ വരും. ഇതിനെ വിളിക്കുന്നതാണ് ഐറിസ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഐറിസ്. ഐറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂൺ റീകൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം റീകൺസ്റ്റിറ്റ്യൂട്ട് ആയി. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. കേട്ടോ? അതുകൊണ്ട് രണ്ടും ട്രീറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ആദ്യം HIV ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ TB റീആക്ടിവേറ്റ് ആവും ശരീരത്തിൽ. അതിനെ വിളിക്കുന്നതാണ് എന്താണ്? ഇമ്മ്യൂൺ റീകൺസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. അപ്പൊ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടതാണ് TB ട്രീറ്റ്മെന്റ് ആദ്യം തുടങ്ങണം. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ HIV ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നഴ്സിംഗ് കൺസിഡറേഷൻസ് എന്താണ് TB പേഷ്യൻസിന്?
നഴ്സിംഗ് കൺസിഡറേഷൻസ്. പേഷ്യന്റെ ഫുഡ് നമ്മള് ന്യൂട്രീഷൻ 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 എന്ന് പറയുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്? ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ ഹൈ പ്രോട്ടീൻ പ്രോട്ടീൻ ഡയറ്റ്. പിന്നെ ഡോട്ട്സ് എൻഷുർ ചെയ്യണം. ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കണം. വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം? റെസ്ട്രിക്റ്റഡ് നല്ല സ്പേസ് ഉള്ള ഏരിയ വേണം, നല്ല വെന്റിലേഷൻ വേണം, പേഷ്യന്റ് റൂമിൽ നല്ല വെന്റിലേഷൻ വേണം, മാസ്ക് വെയർ ചെയ്യാൻ പറയണം, കഫ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാൻ പറയണം, അല്ലേ? ആ. ഓക്കെ, കഫ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാൻ പറയണം. ഇതാണ് മെയിൻലി ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഡോട്ട്സ് എൻഷുർ ചെയ്യണം പേഷ്യന്റ് എടുക്കേണ്ടതെന്ന്. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ടി ബിയിൽ അത്യാവശ്യം പഠിക്കാനുള്ളത്. ടി ബി ഡ്രഗ്സ് നമുക്ക് ഇപ്പൊ എങ്ങനെ കിട്ടുന്നത്? പണ്ടൊക്കെ നമുക്ക് ഒരു 10 ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു, അല്ലേ? ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ടി ബിയുടെ ഡ്രഗ് കിട്ടുക? കമ്പൈൻഡ് വൺ ടൈം. ഓക്കെ, ഇറ്റ് ഇസ് എ ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ. എന്താണ് FDC? എന്താണ് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ. ഇതിലെന്തുണ്ട്? H ഉണ്ട്, R ഉണ്ട്, Z ഉണ്ട്, E ഉണ്ട്. H എന്ന് പറഞ്ഞാൽ 75 ആയിരിക്കും, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 മില്ലിഗ്രാം ആയിരിക്കും, 150. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി 400 ആയിരിക്കും, ഇത് 275 മില്ലിഗ്രാം ആയിരിക്കും. ഇതാണ് 1 ടാബ്ലറ്റ്. ഇത് വെയിറ്റ് ബാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വെയിറ്റ് ബാൻഡ് അനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു പേഷ്യന്റ് വെയിറ്റ് ഞാൻ പറയാം. പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് ഇതുകൂടി പറഞ്ഞു നിർത്താം. 25 to 39, പിന്നെന്താ 40 to 54, ഓക്കെ 55 to എനിക്ക് തോന്നുന്നു 69 ആണെന്ന് തോന്നുന്നു. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70. ഇങ്ങനെയുള്ള 25 to 35 kg വെയിറ്റ് kg-യിലാണെങ്കിൽ 2 ടാബ്ലറ്റ് കൊടുക്കണം. 40ക്കും 50 ഇടയിലാണെങ്കിൽ 3 ടാബ്ലറ്റ് കൊടുക്കണം പെർ ഡേ. ഇതാണെങ്കിൽ 4 ടാബ്ലറ്റ് കൊടുക്കണം, ഇതാണെങ്കിൽ 5 ടാബ്ലറ്റ് കൊടുക്കണം. ഇങ്ങനെയാണ് അഡൾട്ട്സിൽ വരുന്നത്, കേട്ടോ? ക്ലിയർ ആയി? അപ്പോൾ നമുക്ക് അധികം പേഷ്യന്റ് ബർഡൻ ഇല്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 25 to 39 kg-യിലുള്ളിലാണെങ്കിൽ 2 ടാബ്ലറ്റ് കൊടുക്കണം. 40 to 54 kg-യിലുള്ള 3 ടാബ്ലറ്റ് കൊടുക്കണം. 55 to 69-നുള്ളിലാണെങ്കിൽ 4 ടാബ്ലറ്റ് കൊടുക്കണം. ഗ്രേറ്റർ ദാൻ 70 ആണെങ്കിൽ 5 ടാബ്ലറ്റ്സ് കൊടുക്കണം പെർ ഡേ, കേട്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഇപ്പൊ സർ കോമ്പിനേഷൻ ചെയ്തത് HIV പ്ലസ് ട്യൂബർക്കുലോസിസ്. അതെ അതെ. Any is having liver disease like hepatitis and TB. So how they are going? Okay, so hepatitis and TB. So hepatitis, it's like hepatitis B. There are many type of hepatitis now. So we will look the baseline LFT നോക്കും. ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ സബ്സ്റ്റൻസ് HBsAg നോക്കും. ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള ഇത് നോക്കും. അപ്പൊ ഇങ്ങനെയായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റോക്സിക് ഡ്രഗ്സ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഹെപ്പറ്റൈറ്റോക്സിക് H, R ഉം Z ഉം യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ വിൽ ഗോ ടു സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സിൽ നമുക്ക് പേഷ്യന്റ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ CBNAT ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, CBNAT ചെയ്യുമ്പോൾ നമുക്ക് റിഫാംബസിൻ സെൻസിറ്റിവിറ്റി ഉണ്ടോന്ന്, ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിരിക്കില്ല. റിഫാംബസിന്റെ ഡ്രഗ് സെൻസിറ്റിവിറ്റി നോക്കണം. പിന്നെ ഇത് കൂടാതെ തന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, ലൈൻ പ്രോബ് അസേ, LPA എന്ന് പറയുന്നത്. എന്താണ് ലൈൻ പ്രോബ് അസേ? ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് INH സെൻസിറ്റിവിറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ഉള്ള പേഷ്യന്റ് HRZ പറ്റില്ല. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് 3ഉം നമുക്ക് കൊടുക്കാൻ LFT ലെവല് നോർമൽ ആണെങ്കിൽ കൊടുക്കാം, പക്ഷെ LFT ലെവല് ചേഞ്ച്ഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് ലൈൻ ഡ്രഗ് എഫക്റ്റീവ് ആയിരിക്കുമോ അവർക്ക്? എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എഫക്ടിവിറ്റിയുടെ സ്റ്റഡീസ് നമ്മുടെ കയ്യിലില്ല ആക്ച്വലി, പക്ഷെ എഫക്റ്റീവ് ആയിരിക്കും. ഇത് നമുക്ക് കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. ഓരോ പേഷ്യന്റിനും എന്താണ് പേഷ്യന്റ് ലിവർ ഡിസീസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ സെക്കൻഡ് ലൈൻ തന്നെ ചില പേഷ്യൻസിന് ഇഞ്ചെക്റ്റബിൾ പറ്റില്ല. ഇഞ്ചെക്റ്റബിൾ അവർക്ക് എടുക്കണമെങ്കിൽ അത്രയും പറ്റുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ നമ്മൾ ഓറലിൽ നിർത്താൻ നോക്കും. അപ്പൊ നമ്മൾ ഓറൽ ആദ്യം ട്രൈ ചെയ്യും. ഇതെല്ലാത്തിനും ഓരോ റെജിമൻ ഉണ്ട്, ഓരോ ഡിഫറെന്റ് കാറ്റഗറിക്ക് ഓരോ റെജിമൻ ഉണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? എഫക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണ്. നമ്മൾ എഫക്ടിവിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് നമ്മൾ എഫക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും HRZ കൊടുക്കാൻ പറ്റില്ല അല്ലേ? ബാക്കി നമുക്ക് E കൊടുക്കാം, ബാക്കിയുള്ള സെക്കൻഡ് ലൈൻസും കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ലൈനും കൊടുക്കാം. അപ്പൊ നമ്മൾ കൊടുക്കും ബേസ് ലൈനിൽ നമ്മൾ സ്പ്യൂട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? സ്പ്യൂട്ടോ എടുത്തിട്ട് AFB നോക്കിയായിരുന്നു. ഇത് നമ്മൾ 2 months കഴിയുമ്പോൾ നോക്കുന്നു. 2 months കഴിഞ്ഞ് നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 months എന്തായിരുന്നു? ഇന്റൻസീവ് ഫേസ് ആയിരുന്നു. ഇന്റൻസീവ് ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ് നോക്കേണ്ടത്? സ്പ്യൂട്ടത്തില് ദർ ഷുഡ് ബി നോ മൈക്കോബാക്ടീരിയം. ഒരു മൈക്കോബാക്ടീരിയം പോലും കാണാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? സ്പ്യൂട്ടം ക്ലിയറൻസ് എന്ന് വിളിക്കുക. സ്പ്യൂട്ടം നെഗറ്റീവ് ആണോ? സ്പ്യൂട്ടം നെഗറ്റീവ് ആവണം. സ്പ്യൂട്ടം നെഗറ്റീവ് ആണെങ്കിൽ ഡ്രഗ്സ് എഫക്റ്റീവ് ആണ് അല്ലേ? ഡ്രഗ്സ് എഫക്റ്റീവ് ആണ്. ഈവൺ തോ സ്പ്യൂട്ടം ക്ലിയർ ആണെങ്കിൽ എല്ലാ മിക്ക TB പേഷ്യൻസിന്റെ എടുത്താലും 2 months കഴിയുമ്പോൾ സ്പ്യൂട്ടം നെഗറ്റീവ് ആവും. പക്ഷെ നമ്മൾ എന്നിട്ടും 4 months കണ്ടിന്യൂ ചെയ്യും. കാരണം ഒളിച്ചിരിക്കുന്ന TBനെ പോലും കൊല്ലണം, അല്ലെങ്കിൽ അത് റീആക്ടിവേറ്റ് ചെയ്ത് വരും. ക്ലിയർ ആണോ? Yes, sir. Okay. So if we give ethambutol only, uh, No, we are how not giving ethambutol alone. Okay, we are combining it with second line drugs. There are many second line drugs, right? yeah, okay. So always we'll never give one drug alone. One drug alone in TB is contraindicated. You should never give that. You should always combine multiple drugs. Why? Combine multiple drugs. Why? That's an important question. Because It's TB എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ there is high effective. chance of resistance. High chance of resistance. Resistance വന്ന പേഷ്യന്റ് രക്ഷിക്കാനായിട്ട് നമുക്ക് അധികം ഡ്രഗ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു ഇത് TB എന്ന് പറഞ്ഞൊരു ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ ഒരു വഴിയിൽ നിന്ന് ഒരു പാത്ത് വെച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ TB will mutate and it will find a way to evade this. So but if you are killing it by multiple method with multiple drugs, even if it try to overcome this, this will kill it. Are you getting my point? So we Yes. have to kill this. This is a deadly organism, so you have to always kill it with multiple targets, never with a single target. So always use a multi-drug therapy, never an individual therapy is used in TB. അതുകൊണ്ടാണോ സാർ ബാക്ടീരിയോസ്റ്റാറ്റിക്കും സൈഡലും കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത്? ബാക്ടീരിയോസ്റ്റാറ്റിക്കിനെക്കാട്ടും ഓഫ് കോഴ്സ് ബെറ്റർ ബാക്ടീരിയോസൈഡലാണ്. ബട്ട് ദിസ് കോമ്പിനേഷൻ വർക്ക്സ് ബിക്കോസ് because we are looking at the side effect profile also. Okay, all the 3 drugs in the first line were hepatotoxic. Only ethambutol doesn't have hepatotoxicity. But if you look at the side effect profile, all of these has different side effect profiles. So we have to take into consideration about the side effect profiles as well as the benefit to the patient. So there is always something known as the risk benefit weighing. So this we should individualize for each and every patient. മനസ്സിലായോ? Right, sir. ഓക്കെ ആണോ? Thank you, sir. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Sir, new drug in the introduction, how is that? ന്യൂ ഡ്രഗിന്റെ The Use bedaquiline. ഇല്ലാതെ ഇപ്പൊ. ക്ലിയർ ആയില്ല. Can you repeat that again? A new drug, you said, other drug that bedaquiline and linazolid. Delamanid, linezolid, Yeah. Delamanid. Yeah. Yeah, അതിന്റെ അത് ഇപ്പൊ അത് യൂസ് ചെയ്യാറുണ്ടോ നമ്മൾ? ഞാൻ ഓഫ് കോഴ്സ് കേട്ടിട്ടില്ല. ഞാനിപ്പോ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയണമെങ്കിൽ ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയാണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് TB ഉണ്ട്. One is if there is always a drug sensitivity we have to do. We have to do something known as a drug sensitivity. So there is something known as mono-resistant TB, poly-drug resistant TB, Multi-drug resistant. multi-drug MDR TB, then we have something known as XDR TB. Okay, this multi-drug resistance means it is resistance to both INH No. as well as rifampicin. Resorbus. This XDR is a very dangerous condition. It is resistance to INH, rifampicin plus Paracet.
Fluoroquinolones, no. Fluoroquinolones plus bedaquiline or linezolide. So if you have an MDR TB, na, we can use bedaquiline. Yeah, all these drugs are used based on the people. In this lecture, what I talk is the non-resistant one, not monoresistant, the non-resistant case. Yes, sir. So if we But clear or no, I talked about the non-resistant case. So if there is any resistance, we have to modify the therapy. We have to add on other drugs. Suppose there are many different regimen. Okay, there is something known as H mono regimen, poly DR TB regimen. So in this we will combine. Suppose in H mono regimen, we have to combine at least 6 drugs like levofloxacin, rifampicin, ethambutol, pyrazinamide. Okay, and there are even combinations in which we have to combine bedaquiline, levofloxacin, clofazimine, and other drugs. Okay, so there are multiple combinations. So we have to see in what case the patient is resistant and how is the patient responding. Are you getting my point? Yeah. So I have just talked about the simple TB wala. So if you want to go ahead, like there is multi-drug resistant XDR TB, so it is a little bit tailored. Like we have to see what works for the patient and what drug the patient is resistant to, and we have to modify the therapy. All right, sir. Thank you very much. Yeah. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. right, sir. All right, sir. Thank you very much. എല്ലാവർക്കും താങ്ക് യു. Thank you, sir. Thank you, sir. ഓക്കെ. Thank you, sir. Thank you, sir.